മാരകമായ മയക്കുമരുന്നുകൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. 11 ഇനം മയക്കുമരുന്നുകൾ കേരളത്തിൽ വ്യാപകമാണിന്ന്. ഈ സാധാരണഗതിയിലുള്ള കള്ളും മൂലവെട്ടിയും ആനമയക്കിയും ഒന്നും കൂടാതെ വളരെ മാരകമായി മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന 11 ഇനം മയക്കുമരുന്നുകൾ നമ്മുടെ കേരളത്തിൽ വ്യാപകമാണ്. അത് ഏതെങ്കിലും മെട്രോ സിറ്റിയുടെ കഥയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വിളയിലിൻ്റെ, നമ്മുടെ കൊണ്ടോട്ടിയുടെ, നമ്മുടെ പുല്ലഞ്ചേരിയുടെ, നമ്മുടെ ഈ ഓരോ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളുടേതും. ഒരു 10 വർഷം കഴിഞ്ഞാൽ, വേണ്ട ഒരു 5 വർഷം കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നമ്മുടെ ചെറിയ മക്കൾക്കും സ്കൂളിലേക്കോ മറ്റോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് 4 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ എല്ലാത്തിനും ധൈര്യം തോന്നുമെന്നതാണ്. എല്ലാത്തിനും ധൈര്യം തോന്നും. അങ്ങനെയാണ് നിരവധിയായ കൊലപാതകങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് വിസ്തരിച്ചു പറയല്ല. ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് നമ്മളെ മുന്നോട്ട് നയിച്ച ഒരു മഹാത്മാവിൻ്റെ ആണ്ടുമായുള്ള ഈ ഒരു യോഗത്തിൽ മയക്കുമരുന്നിനെ കുറിച്ചൊന്നും വ്യാപകമായി ഞാൻ പറയല്ല. പക്ഷെ മക്കളെങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ മുമ്പ് പുതിയ കാലത്തെക്കുറിച്ച് ഒരു ധാരണയില്ലെങ്കിൽ യഥാർത്ഥ രക്ഷിതാവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. വാപ്പയാവാൻ എന്ത് എളുപ്പമാണ്. വിധങ്ങളായ വേദന സഹിച്ചാണെങ്കിൽ പോലും ഉമ്മയാവാനും ഏതൊരു സ്ത്രീക്കും ചിലപ്പോൾ സാധിച്ചേക്കും. പക്ഷെ മികച്ചൊരു രക്ഷിതാവാൻ ഇത്തിരി പ്രയാസമാണ്. വാപ്പയാവാൻ വളരെ എളുപ്പമാണ്. പ്രസവമൊക്കെ കഴിഞ്ഞ് വളർത്തുന്നതോടുകൂടെ ഉമ്മയാകും. പക്ഷെ ഒരു മികച്ച രക്ഷിതാവണമെങ്കിൽ ബോധപൂർവം നമ്മൾ ഈ മക്കളോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അതില്ലാതെ വരുന്നതാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന അനർത്ഥങ്ങളുടെയൊക്കെ കാരണം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ പുതിയ കാലത്ത് മയക്കുമരുന്നിലേക്ക് കൂടുതലായി കടന്നു വരുന്നത് സ്ത്രീകളും പെൺകുട്ടികളുമാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. തിരൂരിലെ ഡി അഡിക്ഷൻ സെന്ററിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പ്രധാനമായി ഊന്നൽ കൊടുത്തത് ഈ ഒരു വിഷയത്തിനാണ്. പണ്ട് മയക്കുമരുന്നിനെതിരെ പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ ഈ ഫ്രീക്കന്മാരെന്ന് പറയുന്നവരെ സംഘടിപ്പിച്ച് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം അത് പോരാന്നർത്ഥം. കൂടുതലായി അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന സ്ത്രീകളാണ്, പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത ഭാവിയെക്കുറിച്ച് ആശങ്കയോടുകൂടെ നമ്മൾ ആലോചിക്കണം. ഭർത്താവ് നശിച്ചാലും, ഭർത്താവ് ധാർമ്മികമായി തകർന്നാലും, അയാൾ മദ്യപനായാലും മയക്കുമരുന്നിൻ്റെ ആളായാലും മക്കളുടെ ഏക പ്രതീക്ഷ ഉമ്മയായിരിക്കും. ഈ ഭർത്താവിനെ തന്നെ നേരേക്ക് നടത്തേണ്ടവൾ ആ ഉമ്മയായിരിക്കും. കുടുംബത്തിൻ്റെ വെളിച്ചമാവേണ്ടവർ ആ വീട്ടിലെ വലിയ സ്ത്രീ ആയിരിക്കും. പക്ഷെ അവർ തന്നെയും മയക്കുമരുന്നിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ ഈ മക്കൾ എവിടെ അഭയം പ്രാപിക്കുന്ന ആലോചിച്ച് നോക്കൂ. ഈ മക്കളെ ദീനിലൂടെ ആര് പരിശീലനം നൽകും എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. നല്ലവനാകുന്ന ഭർത്താവാണെങ്കിലും ചിലപ്പോൾ ജോലി ആവശ്യാർത്ഥം ദൂരെ എങ്ങാണ്ടുമായിരിക്കും. അതല്ലെങ്കിൽ അതിരാവിലെ പോയി വളരെ വൈകി ക്ഷീണിച്ചു വരുന്ന അദ്ദേഹത്തിന് കുട്ടികളുടെ ധാർമ്മികതയിലും കുട്ടികളുടെ മത പഠനത്തിലുമൊന്നും വല്ലാതെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോഴൊക്കെ വീടിൻ്റെയും മക്കളുടെയും വെളിച്ചമാവേണ്ടവൾ അവൾ തന്നെ കള്ളിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ആകർഷിക്കപ്പെട്ടാൽ, അതിൻ്റെയൊക്കെ അപ്പുറം കേരളത്തിൽ ഈയിടെ കണ്ടു തുടങ്ങിയ ചില വൃത്തികേടുകളുണ്ട്. മുസ്ലിം വേഷമൊക്കെ ധരിച്ചിട്ട് കള്ളും ഷാപ്പിലേക്ക് പോവുക, ഫാമിലി ഒന്നിച്ച്, എന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് അവിടെയുള്ള കൂട്ടാനൊക്കെ തിന്ന് അവിടെയുള്ള സപ്ലയർ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കള്ളൊഴിച്ചു കൊടുക്കുക. അത് അവരൊന്നിച്ചിരുന്ന് കുടിക്കുക. അതവർ ഫാമിലി വ്ളോഗാക്കിയിട്ട് വിടുക. ഒന്നിലധികം അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അവർ പോകുന്നിടം മുതൽ ഇതിങ്ങനെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്രാവശ്യം ഒന്ന് കള്ളുടിക്കാൻ പോവുകയാണ്, ഇന്നടുത്തൊരു നല്ല കള്ള് ഷാപ്പുണ്ട് എന്ന് പറയാം. ഞങ്ങളിങ്ങനെ ഇറങ്ങി എന്ന് പറയാം. അങ്ങനെ വാഹനത്തിൽ കയറി ഞങ്ങൾ ഇന്നടത്ത് എത്തി എന്ന് പറയാം. ഇനി 2 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറയാം. അവിടെ എത്തിയതിൻ്റെ ശേഷം അവരെല്ലാവരും പുറത്തിറങ്ങുക. എന്നിട്ട് കള്ള് ഷാപ്പിൽ പോയി ഇരുന്നിട്ട് എന്താ ഇവിടെ ഉള്ളത് എന്നൊക്കെ ഓർഡർ വാങ്ങിയിട്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനം കള്ള് കുടിക്കുക. അത് മുസ്ലിം വേഷം ധരിച്ചുകൊണ്ടും തട്ടമിട്ടുകൊണ്ടും. ഹറാമ് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖേദിച്ചു മടങ്ങിയാൽ അവൻ
പുറത്തു കൊടുത്തേക്കും. അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിച്ചുകൊണ്ട് ഫിസ്ഖ് തന്നെ നടത്തിയാൽ, ചെയ്യുന്ന ഹറാമുകൾ പരസ്യപ്പെടുത്തി ഇങ്ങനെയൊക്കെ ആയാൽ എന്ത് സംഭവിക്കാനാ, ഞാനൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിലുള്ള ധിക്കാരവും നകളിപ്പും കാണിച്ചാൽ പടച്ച റബ്ബ് ചിലപ്പോ ഒരു നിലയ്ക്കും അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തില്ലെന്ന് വരും. ദുനിയാവിലും ആഖിറത്തിലും ചിലപ്പോ സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിൽ അകപ്പെട്ടെന്ന് വരും. ഞാൻ ഏതെങ്കിലും ഒരു ടീമിനെ കുറിച്ചല്ല പറയണത്, പൊതുവെ എല്ലാവരെയും കുറിച്ച്. കള്ളുടിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് അത് ഫുള്ള് വീഡിയോസ് എടുക്കുക, എന്നിട്ട് കള്ള് കുടിക്കുക. ആ കുടിക്കണത് പെണ്ണുങ്ങളും കുട്ടികളും ഒന്നിച്ചിരുന്നിട്ട്. ഇവരൊക്കെ ആരെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ? ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഭർത്താക്കന്മാർ, കുറേ വാപ്പമാർ, കുറേ ഉമ്മമാർ. സമൂഹത്തിൽ ഓരോരുത്തരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒന്നുകിൽ വാപ്പായിരിക്കും, ഉമ്മയായിരിക്കും, ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും. പരസ്പരം തിരുത്തേണ്ടവർ, നന്മ ഉപദേശിക്കേണ്ടവർ, ഒപ്പം നിന്ന് ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവേണ്ടവർ. സഫലമേ യാത്ര എന്ന കവിതയിൽ ഐജി കക്കാട് പറയുന്നത് പരസ്പരം ഊന്നുവടികളായി നിൽക്കേണ്ടവർ, നന്മയിൽ ഊന്നുവടികളാകണം. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പരസ്പരം ഊന്നുവടികളാവണം. എന്നിട്ട് അവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ബാറിലേക്ക് പോകുക, കള്ളൻ ഷാപ്പിലേക്ക് പോകുക, അത് വൈറലാവാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിച്ചിട്ട് പരസ്യം ചെയ്യുക. ഈ ഒരു തലത്തിലേക്ക് ആത്മീയതയിൽ നിന്ന് ഈ സമൂഹത്തെ കൊണ്ടുപോവാൻ വ്യാപകമായ ശ്രമങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മയക്കുമരുന്ന്, കഞ്ചാവ് നിരോധിക്കാൻ പാടില്ലെന്ന മുറവിളി ഉണ്ടാകുന്നത്. യുക്തിവാദികളുടെ വലിയൊരു നേതാവ്, ഒരു വയസ്സനായ നേതാവ്, അവരുടെ ഏറ്റവും വലിയ ഷെയ്ഖുന, അയാൾ പറഞ്ഞത് കഞ്ചാവ് നിരോധിക്കരുത് എന്നാണ്. അത് ആരോഗ്യപരമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നാണ്. ഒരു നിലക്കും ആരോഗ്യത്തെ സഹായിക്കാത്ത ഈ സാധനം എങ്ങനെ ആരോഗ്യപരമായി ഉപയോഗിക്കുക? കേരളത്തിൽ വ്യാപകമായി വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഹൈബ്രിഡ് വെർഷനും പുറത്തിറങ്ങി. നിങ്ങൾ വായിച്ചു കാണും സിറാജ് ദിനപത്രത്തിൽ. 1 ഗ്രാമിന് 4000-നപ്പുറമാണ് വില. 1 ഗ്രാമിന് 4000-നപ്പുറമാണ് വില. അത് നേടിയെടുക്കാൻ വേണ്ടി മോഷണം നടത്തുന്നു, പിടിച്ചുപറി നടത്തുന്നു. പല സ്ത്രീകളും യുവതികളും ഈ സാധനത്തിന്റെ ലഭ്യതയ്ക്ക് വേണ്ടി അവരുടെ ശരീരം വിൽപ്പനയ്ക്ക് വെക്കുന്നു. ഇതുകൊണ്ടൊന്നും നടക്കാതെ വരുന്ന ഘട്ടത്തിൽ അവരും ഇതിന്റെ വിതരണക്കാരായി മാറുന്നു. ഇഷ്ടം പോലെ ഉപയോഗിക്കാം, നല്ല ലാഭവും കിട്ടും. അങ്ങനെ വിതരണക്കാരായി മാറുന്നു. ഒരു വിതരണക്കാരന്, ഒരു കച്ചവടക്കാരന് പ്രധാനം കസ്റ്റമേഴ്സാണ്. അത് സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും അവൻ ഇത്തിരി സൗജന്യം നൽകി ഇതിൻ്റെ അഡിക്റ്റുകളാക്കിയിട്ട് തൻ്റെ ഏറ്റവും മികച്ച ഈ കസ്റ്റമേഴ്സാക്കി മാറ്റുന്നു. സ്വന്തം ബന്ധുക്കളെ പോലും. കാരണം അവൻ്റെ പ്രധാനം സംഗതി കച്ചവടം നടക്കണം എന്നുള്ളതാണ്. അതാരായാലും കൊള്ളാം. കുടുംബത്തിലെ പല ഫംഗ്ഷനുകളിലും അറിയാതെ ഈ സാധനം ഉപയോഗിക്കുന്ന പുതിയ ഇരകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് കഞ്ചാവ്. രണ്ടാമതായി MDMA എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ മദ്രസയിലേക്ക് വരികയാണ്. MDMA എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പഞ്ചസാരയെക്കാളും ചെറിയ തരികളിൽ ആ സാധനം ഇന്ന് വ്യാപകമായി ലഭ്യമാകും. നല്ല വില കൊടുക്കണം, പക്ഷെ വില ഒരു പ്രശ്നമേ ഇല്ല. പണമുണ്ടാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികെട്ട ഏത് മാർഗവും ചെയ്തുകൊണ്ടിരിക്കും. ഈ MDMA പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നമ്മൾ അറിയണം, ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ അത് അകത്തെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡിക്റ്റായിപ്പോയി എന്നാണ്. രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. 4 വർഷമാണ് ശരാശരി ആയുസ്. വല്ലാതെ പോയാൽ 7 വർഷം. അതോടുകൂടെ ആള് മരിച്ചിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ മുന്നേ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടാകും. തനി ഭ്രാന്തനായിട്ടുണ്ടാകും. സമൂഹത്തോടൊരു ബന്ധമില്ലാതെ, അലക്കാതെ, കുളിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കൽ തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിക്കും ആൾ.
പക്ഷെ 4 വർഷം എത്തുമ്പോഴേക്കും മരണപ്പെടും. വല്ലാതെ പോയാൽ 7 വർഷം. ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ സാധനം അകത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അതിൻ്റെ അഡിക്റ്റായി പോകും. അള്ളാഹു കാക്കട്ടെ എന്ന് ദുആ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ആ ശ്രദ്ധയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ മദ്രസയിലേക്ക് എത്തിച്ചേരുന്നത്. എവിടെ നിന്നൊക്കെയാണോ ആളുകൾ കൂട്ടം ചേർന്ന് നിൽക്കുന്നത് അവിടെയൊക്കെ ഏജന്റുമാരുണ്ടാകും. എങ്ങനെയെങ്കിലും ഇത്തിരി നമ്മുടെ മക്കളുടെ മൂക്കിലൂടെ അവർ ഇങ്ങനെ അങ്ങോട്ട് തേച്ചെടുക്കും. 4-5 തരി മാത്രം, പഞ്ചസാരയേക്കാൾ ചെറിയ തരി. നമ്മുടെ മക്കളുടെ മൂക്കിലൂടെ സാധനങ്ങൾ ഉരസി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോന്ന് ഉരസിന്ന് പോലും അറിയില്ല. കാര്യം ഈ MDMAക്ക് സ്മെല്ലില്ല, അതിന് ടേസ്റ്റും കളറും ഇല്ല. പ്രത്യേകമായിട്ടൊരു മണം ഉണ്ടെങ്കിൽ നമ്മുടെ മൂക്കിലൂടെ തട്ടിയാൽ നമുക്കറിയാം എന്തോന്ന് തട്ടിയല്ലോ എന്ന്. ഇതിന് പ്രത്യേകിച്ചൊരു മണല്ലേ. അതുകൊണ്ട് ആരുടെയോ കൈ നമ്മുടെ മുഖത്ത് തട്ടി അല്ലെങ്കിൽ മൂക്ക് തട്ടി എന്നേ കുട്ടികൾ മനസ്സിലാക്കുള്ളൂ. ആ ഒരു സാധനം ഒരൊറ്റ പ്രാവശ്യം ഉള്ളിലേക്ക് എത്തിച്ചേർന്നാൽ കൃത്യം 24 മണിക്കൂറിൽ കുട്ടി വയലന്റ് ആയി പോകും. പിന്നെ അത് കിട്ടാതെ അവന് ജീവിക്കൽ പ്രയാസമായി തീരും. നമ്മുടെ മക്കളൊക്കെ ടൂറ് പോവാറുണ്ട്, സ്കൂൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും. ഈ ടൂറിനിടയിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ബസ്സിലൊക്കെ ഇങ്ങനെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ചെറിയ മിന്നാമിന്നി ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കരമായ സംഗീതവും പാട്ടും വെച്ച് ഡാൻസ് കളിക്കുന്നത്. ഇതിനിടയിലൂടെ ഒന്നും എഴുതിയെടുക്കാൻ പ്രത്യേകിച്ച് വലിയ അധ്വാനമൊന്നും വേണ്ട. പന്ത് കളിക്ക് തിരക്കൂടുന്നുണ്ടാകും, ടിക്കറ്റ് എടുക്കാൻ തിരക്കുണ്ടാകും, ഗാനമേളകളുണ്ടാകും, യൂത്ത് ഫെസ്റ്റിവലുകളുണ്ടാകും, പല വിധത്തിലുള്ള പ്രദർശനങ്ങളും നോമ്പുകാലത്തും വേനൽക്കാലത്തും വരും. ആള് കൂടുന്നിടത്തെല്ലാം ഇതിൻ്റെ ഏജന്റുമാർ ചുറ്റിക്കറങ്ങുന്നുണ്ടാകും. അവർക്ക് കൃത്യമായി ഫോളോ അപ്പ് ഉണ്ടാകും. ഈ സാധനം മൂക്ക് തേച്ച ചങ്ങാതിയെ 24 മണിക്കൂറാകുമ്പോഴേക്കും അവർ പിന്നെ കോൾ ചെയ്യും. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവൻ്റെ വിഷമം പറയും. ഒരു ജാതി തലക്കൊരു പെരുപ്പ്, നട്ടലിന് വേദന, എനിക്കിങ്ങനെ ഒംറ്റ് ചെയ്യാൻ തോന്നുന്നു. ആ സമയത്ത് ഇയാൾ പറയും അതിനൊക്കെയുള്ള പരിഹാരം ഉണ്ടെന്നോട് വാന്ന് പറയും. ഒരു വട്ടം കൂടെ ഉപയോഗിക്കാൻ പറയും. ഇത് 2-3 പ്രാവശ്യം സംഭവിക്കുമ്പോഴേക്ക് ആ കുട്ടിക്ക് അതിൽ നിന്നും മാറാൻ കഴിയാത്ത വിധം ആ കുട്ടി ഇതിൻ്റെ അടിമയായി പോയിട്ടുണ്ടാകും. ഞാൻ കൊണ്ടോട്ടി ഭാഗത്താ പ്രസംഗിക്കുന്നത്. ഈ കഴിഞ്ഞ റമദാനിൻ്റെ തൊട്ട് മുന്നേയുള്ള റമദാനിൽ ഏതോ ഒരു ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനത്തിന് വേണ്ടി ചെറുപ്പക്കാരനായ ഒരു സിനിമാ നടൻ വന്നിരുന്നു നമ്മുടെ കൊണ്ടോട്ടിയിലേക്ക്. കഠിനമായ ചൂടത്ത്, അന്ന് നല്ല വേനലായിരുന്നു. കഠിനമായ ചൂടത്ത് ആ സിനിമാ നടൻ പറഞ്ഞ സമയവും കഴിഞ്ഞ് 2 മണിക്കൂർ വൈകിയാണ് എത്തിയത്. 11 മണിക്ക് വരേണ്ട അയാൾ 1 മണിക്കാണ് എത്തിച്ചേരുന്നത്. അതുവരെയും അവര് ഒരുക്കി വെച്ച ആ ഗ്രൗണ്ടിൽ ഒരാൾക്ക് നിൽക്കാൻ ഇനി ഗ്യാപ്പില്ലാത്ത വിധം നിറഞ്ഞു നിന്നു നമ്മുടെ യുവത്വം, നമ്മുടെ യുവതികളും നമ്മുടെ യുവാക്കളും. എന്നാലും അവർക്ക് റാഹത്തായി എന്നാ പറഞ്ഞത്. അവർക്ക് വേണ്ടി കുഞ്ഞിക്കൊരു പാട്ട് പാടിയല്ലോ. നമ്മൾ ആലോചിച്ച് നോക്ക്, പരിശുദ്ധ റമദാൻ നട്ടുച്ചയ്ക്ക് ഏതോ ഒരു ചങ്ങാതി ഏതോ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതും കാത്ത് നമ്മുടെ മക്കൾ മണിക്കൂറുകൾ പൊരി വെയിലത്തു നിൽക്കുന്നു. അത് അവരെ അലോസരപ്പെടുത്തുന്നേയില്ല. ഇങ്ങനെയുള്ള ഏതൊക്കെ തിരക്കുണ്ടോ, ഇങ്ങനെയുള്ള ആളുകളുടെ സംഗമം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയും ഇതിൻ്റെ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 4 വർഷം കൊണ്ട് കുട്ടി നമ്മുടേതല്ലാതായിത്തീരും. വല്ലാതെ പോയാൽ 7 വർഷം അതിനടക്ക് മരണപ്പെട്ടിട്ടുണ്ടാകും. എവിടെ പോയാലും ഇത്തരം പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതിരിക്കാനുള്ള പരിശീലനമാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ തുടങ്ങേണ്ടത്. എവിടെ പോയാലും നമ്മെ നശിപ്പിക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നോ പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. ഏത് പ്രലോഭനം ഉണ്ടെങ്കിലും അതിനോട് നോ പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. നമ്മൾ നിസ്കാരത്തിൽ അതാണ് പഠിക്കുന്നത്. അതുവരെ ചിരിക്കായിരുന്നു. നിസ്കാരത്തിൽ കൈകെട്ടിയാൽ ചിരിക്കാൻ പറ്റില്ല. സംസാരിക്കാമായിരുന്നു, പിന്നെ അത് പറ്റില്ല. നമുക്ക് വെള്ളം കുടിക്കാമായിരുന്നു, ഭക്ഷണം കഴിക്കാമായിരുന്നു, ഇഷ്ടം പോലെ ചലിക്കാമായിരുന്നു, ഒക്കെ പറ്റുമായിരുന്നു. പക്ഷെ നിസ്കാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അത് പറ്റില്ല.
പല സന്ദർഭത്തിലും പല കാര്യങ്ങളും നമുക്ക് പാടില്ലെന്ന് നിസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നു. നോമ്പെന്തായിരുന്നു? 30 ദിവസം നമ്മൾ പരിശീലിച്ചത് നോ പറയാനായിരുന്നു. 30 ദിവസം നമ്മൾ കഠിനമായി അധ്വാനിച്ചത് നോ പറയാൻ പഠിക്കാനായിരുന്നു. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഓർക്കണം, നല്ല ഭക്ഷണം വീട്ടിലുണ്ട്, രാവിലെ മുതൽ വൈകിട്ട് വരെ 10-14 മണിക്കൂർ തൊട്ടില്ല, നമ്മൾ വേണ്ടാന്ന് വെച്ചു. നല്ല വെള്ളമുണ്ട്, ജ്യൂസുകളുണ്ട്, പാലുണ്ട്, ചായ ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ട്, വേണ്ടാന്ന് വെച്ചു. സുന്ദരിയും സുമുഖിയുമായ ഭാര്യ കൂടെയുണ്ട്, ആരാരും കാണാത്ത നമ്മുടെ വീട്ടിൽ. നമുക്ക് വേണ്ട വിധം അവരുമായി എന്തെങ്കിലുമൊക്കെ ആവാമായിരുന്നു, പക്ഷെ വേണ്ടെന്ന് വെച്ചു. ഇത് ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. പലതിനെയും വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിയണം. എല്ലാം വേണമെന്ന് പറയലിനേക്കാൾ പ്രധാനമാണ് ചിലതെങ്കിലും വേണ്ട എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടുകാരോടൊപ്പം ചേരുമ്പോൾ, ടൂറിന് പോകുമ്പോൾ, നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഓരോരുത്തരായി കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, വേണ്ടെന്ന് പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും അത് പ്രയോഗിക്കാനുള്ള ആത്മവിശ്വാസവും നമുക്കുണ്ടാകണം. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും, ഈ പ്രമുഖമായ മലയാളത്തിലൊരു ചാനലിൽ വന്ന് വളാഞ്ചേരി ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കഥ പറയണത്. ഏതാനും ആഴ്ചകളായിട്ടുള്ളൂ. എന്തായിരുന്നു ആ കുട്ടിയുടെ പ്രശ്നം? 23 വയസ്സ് വരെയും ഒരു സാധാരണ സിഗരറ്റ് പോലും ചുണ്ടിനോട് അടുപ്പിക്കാത്ത വിശുദ്ധൻ. 23 വയസ്സ് വരെ ദീർഘമായൊരു പീരീഡാണ്. കുട്ടികൾ അങ്ങനത്തെ സംഗതികളിലൊക്കെ എത്തിച്ചേരാൻ നല്ല സാധ്യതയുള്ള കാലമാണ്. പക്ഷെ ആ കുട്ടി 23 വർഷം വരെയും സാധാരണ സിഗരറ്റ് ബീഡി പോലും തൻ്റെ ചുണ്ടോടൊന്ന് അടുപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കോഴിക്കോട് കടപ്പുറം കാണാൻ വേണ്ടി അവനും അവൻ്റെ കൂട്ടുകാരും ഒരു ദിവസം യാത്ര പോയി. വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് വരെ, അന്യ സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല. പലപ്പോഴും മാജിക് മഷ്റൂം എന്ന് പറയുന്ന മയക്കുന്ന കൂണ് തിന്നാൻ വേണ്ടി ഊട്ടിയിലേക്ക് പോകുന്നവരുണ്ട്. ഇത് ഊട്ടിയിലൊന്നും എത്തിയിട്ടില്ല, നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത്. അങ്ങനെ കാറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ MDMA ഉപയോഗിക്കാൻ പറയുന്നത്. കുറച്ചൊക്കെ കുട്ടി വേണ്ടെന്ന് പറഞ്ഞു. പിന്നെയും അവർ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. നല്ല ധൈര്യമായിരിക്കും, ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു വട്ടം പോലും ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളും. ഇതൊക്കെയാണ് സാധാരണ അവർ പറയുന്ന പ്രലോഭന വചനങ്ങൾ. ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഈ ചെറുപ്പക്കാരൻ അതിൽ പെട്ടുപോയി. ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു. പിന്നീടുള്ള കഥ അവൻ തന്നെ പറയുന്നുണ്ട്. കൃത്യം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവനത് കിട്ടാതെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അവൻ വയനാട്ടിൽ പോയി കൊണ്ടുവന്നു. പിന്നെ എറണാകുളത്തും കൊച്ചിയിലും പോയി മേടിച്ചു കൊണ്ടുവന്നു. ഇതിന് പൈസ തികയാതെ വന്നു. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനും അതിൻ്റെ വിൽപ്പനക്കാരനായി. അത് കഴിഞ്ഞ ആ കുട്ടി ചില കഥ പറയുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ട. എന്തിനു മദ്രസ്? എന്തിനാ മദ്രസിലേക്ക് വിടേണ്ടത്? ഇത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന കുറെ കഥ പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വന്ന് ഈ സാധനം മേടിച്ചു കൊണ്ടുപോയി ഒന്നിച്ചുപയോഗിക്കുന്നവരെ കുറിച്ച്. ആ ചെറുപ്പക്കാരനിൽ നിന്ന് MDMA വാങ്ങി ഉപയോഗിക്കുന്ന ഡോക്ടർമാരെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ആരോഗ്യവശം. നമ്മളൊക്കെ വായിച്ചത് പ്രസംഗിക്കുകയാണ്. ഇതേക്കുറിച്ച് കൃത്യമായി അറിയുന്ന മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ഈ ഒരു മാരകമായ പദാർത്ഥത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് കഴിയണില്ല. ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് അവനിൽ നിന്നിത് മേടിച്ച് ഉപയോഗിക്കുന്ന ഡോക്ടർമാരെ കുറിച്ച്. എന്തൊരു അപരാധമാണ്. നമ്മുടെ കേരളത്തിലെ പ്രമുഖമായൊരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ MDMA-യുമായി പോലീസ് പിടിച്ചു. അയാൾ പറയുന്നുണ്ട്, എന്നിൽ നിന്നിത് വാങ്ങി ഉപയോഗിക്കുന്ന 17 ഡോക്ടർമാർ കൂടെ ഈ ആശുപത്രിയിലുണ്ടെന്ന്. അയാളടക്കം 18 പേർ. ഒരു സ്രോതസ്സിൽ നിന്ന് MDMA ഉപയോഗിക്കുന്നവരാണിത്. ഇനി വേറെ ഏതെങ്കിലും സ്രോതസ്സിൽ നിന്ന് അത് മേടിച്ച് സംഘടിപ്പിച്ച് ഉപയോഗിക്കുന്നവർ വേറെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന ഈ വലിയ മാനസികമായ ടെൻഷൻ മാറാൻ ഇത് നന്നായിട്ട് സഹായിക്കുമത്രേ.
എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ആലോചിച്ച് നോക്കുക. ഇതും ഉള്ളിൽ കയറ്റിയാണ് ഇവർ രോഗികളെ പരിശോധിക്കുന്നത്. ഞാൻ ജനറൽ ചെയ്ത് എല്ലാവരെയും കുറ്റപ്പെടുത്തല്ല. വളാഞ്ചേരിക്കാരൻ പറയുന്നുണ്ട് അവനിൽ നിന്ന് വായിക്കും അത് ഉപയോഗിക്കുന്ന ഡോക്ടർമാരെ കുറിച്ച്. പോലീസ് തന്നെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിതരണക്കാരനാവുന്ന ഡോക്ടറെ. ഈ മയക്കുമരുന്ന് ഉള്ളിൽ കയറി പരിസരബോധം നശിച്ച് ഇവർ രോഗികളെ പരിശോധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വയറുവേദനയ്ക്ക് ഇവർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചാൽ എങ്ങനെ വരും? മെഡിക്കൽ ടെസ്റ്റുകൾ ഇവർ അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള മരുന്ന് കുറിക്കുകയും ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? കൃത്യമായ രീതിയിൽ പാകത്തിനു മാത്രം ഉപയോഗപ്പെടുത്തേണ്ട ഈ മോഡേൺ മെഡിസിൻ ഇവർ എത്ര കുടിക്കണമെന്ന് ഗുളികനെ കുറിച്ചും മരുന്നിനെ കുറിച്ചും ഇവർ പറയുമ്പോൾ അതിൽ എത്രമേൽ പിഴവ് വരും? ഇതുകൊണ്ടായിരിക്കുമോ പലപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പല പെണ്ണുങ്ങളുടെയും വയറിനുള്ളിൽ നിന്ന് കത്രിക കണ്ടുകിട്ടുന്നത്? നമ്മുടെയൊക്കെ കോളേജിൻ്റെ മുന്നിൽ, മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഒരു സഹോദരി ദീർഘകാലം സമരം ചെയ്തത് സിസേറിയൻ നടത്തിയിട്ടുണ്ടായിരുന്നു അവരെ. പിന്നീട് ഗംഭീരമായ വയറുവേദന കാലങ്ങളോളം പല ഡോക്ടർമാരെയും കാണിച്ചു. അവരൊക്കെ ഇങ്ങനെ മാറി മാറി ഗുളിക എഴുതും. ഒരാൾക്ക് പോലും എക്സ്റേ എടുക്കാനോ സ്കാൻ ചെയ്യാനോ ആ സ്ത്രീയോട് നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം രാത്രി ശക്തമായ വയറുവേദന വന്നു. ശക്തമായ വയറുവേദന, ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഭയങ്കര വയറുവേദന. അവർ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കടന്നു. അങ്ങനെ എപ്പോഴോ അറിയാതെ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വയറിനുള്ളിൽ നിന്ന് കത്രിക പുറത്തേക്ക് തുറിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നതായിരിക്കും? ഡോക്ടർമാർ MDMA പിടിക്കുന്നത് കാണുമ്പോൾ, ആ വാർത്ത വായിക്കുമ്പോൾ, ഒരു ഡോക്ടറിൽ നിന്ന് 17 പേർ അത് വാങ്ങി ഉപയോഗിക്കുന്ന ഒരൊറ്റ ആശുപത്രിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടി വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഇത് എങ്ങനെയാണോ എന്നുള്ള സംശയം നമുക്ക് തോന്നുകയാണ്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പോലും ഇത്തരം പ്രലോഭനങ്ങൾ കീഴടക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ തലമുറയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇനി മദ്രസ നിൽക്കണ്ടേ? പള്ളി വേണ്ടേ? പോട്ടെ, മനുഷ്യരായി ജീവിക്കണ്ടേ? മനുഷ്യരായി ജീവിക്കേണ്ടതില്ലേ? ഓരോ ഗ്രാമത്തിലും 4ഉം 5ഉം മയക്കുമരുന്നുകാരുണ്ടായി എന്ന് സങ്കല്പിക്കുക. അവരൊക്കെ 1ഉം 2ഉം ഘട്ടത്തിലാണെന്ന് സങ്കല്പിക്കുക. എന്തിനും ധൈര്യം തോന്നുന്നവർ നമ്മുടെ മക്കളെ വെറുതെ എങ്ങനെ വിടാമെന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ? ഏട്ടാന്ന് വിളിച്ചൊപ്പം നടക്കുന്ന, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അയൽവാസിയാകുന്ന 6 വയസ്സുകാരനെ വൃത്തികെട്ട സെക്സ് വർക്കിന് ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരു മയക്കുമരുന്നുകാരൻ ഈ 2 ആഴ്ച മുമ്പ് ആ കുട്ടിക്ക് എന്തുകൊണ്ടോ സമ്മതം തോന്നിയില്ല. ഇയാൾ ഡ്രസ്സ് അയക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടി അതിനെതിരെ നിന്നു. 6 വയസ്സുകാരൻ, ഏട്ടാന്ന് വിളിച്ചൊപ്പം നടക്കുന്ന കുട്ടി, വല്ലാതെ സ്നേഹിക്കുന്ന കുട്ടി, സമ്മതിക്കാതെ വന്നപ്പോൾ അടുത്തുള്ള കുളത്തിൽ മുക്കി കുഞ്ഞിനെ കൊന്നത്. ഒപ്പം നടക്കുന്ന ഈ കുടുംബവും 2 കുടുംബവും വല്ലാതെ ബന്ധം പുലർത്തുന്ന, എന്നാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽപ്പെട്ട ഒരുത്തനായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കും. 6 വയസ്സുള്ള ആ കുട്ടി വെള്ളത്തിൽ കാലുകൊണ്ട് അമർത്തി പിടിക്കുമ്പോൾ 2 പ്രാവശ്യം രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് അവൻ പോലീസിനോട് പറയുന്നുണ്ട്. ആ കുട്ടിക്ക് നീന്തൽ അറിയായിരുന്നു. ഇവനില്ലാത്ത ഇത്തിരി അപ്പുറത്തേക്ക് ആ കുട്ടി നീന്തിക്കയറാൻ ശ്രമിച്ചു, പ്രാണരക്ഷാർത്ഥം. അമ്മനെ കാണാനുള്ള മോഹം കൊണ്ട്, തൻ്റെ സഹോദരന്മാരുടെ അടുത്തെത്താനുള്ള വല്ലാത്ത താല്പര്യം കൊണ്ട്. പക്ഷേ ഈ കുട്ടി നീന്തി അവിടെ എത്തുമ്പോഴേക്ക് ഇവൻ അവിടെ എത്തും, കാലുകൊണ്ട് ചവിട്ടി അമർത്തി പിടിക്കും വെള്ളത്തിൽ. കുതിറി മാറി പിന്നെ ഇപ്പുറത്തേക്ക് നീന്തും ആ കുട്ടി. പ്രാണഭയത്തോടുകൂടെ തൻ്റെ ഒപ്പം നടന്ന ഈ പിഞ്ചോമനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് പോലും ആ ചെറുപ്പക്കാരൻ്റെ മനസ്സലിയാതിരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അവനല്ല നിയന്ത്രിക്കുന്നത്, മയക്കുമരുന്നാണ്. ഇതേക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ വിഷയം മൊത്തം അതായി പോകുമെന്ന് ഞാൻ ഭയക്കുന്നു. മയക്കുമരുന്നിൻ്റെ മാത്രം വിഷയമല്ല, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ ദേശീയ ശരാശരിയേക്കാളും 4 ഇരട്ടി കേരളത്തിൽ ആത്മഹത്യ നടക്കുന്നുണ്ട്. കേരളത്തിലെ ആത്മഹത്യയെക്കുറിച്ച് ഗംഭീരമായി പഠനം നടത്തിയ ആളാണ് സെബി മാത്യു, മുൻ പോലീസ് ഓഫീസർ. മലയാളികൾ ഇങ്ങനെ മരിക്കണമെന്ന് അറിയുന്ന ഒരു പുസ്തകം ഉണ്ട് അയാൾക്ക്. നമ്മളൊന്ന് വായിച്ചു. SSLC മിക്കപേരും പാസ്സാവാത്ത ബീഹാറുകാരനേക്കാളും. SSLC എഴുതുന്ന മക്കളുടെ അടുത്തേക്ക് വിദ്യാലയത്തിൻ്റെ മുകളിലേക്ക് കയറ് പിടിച്ച് കയറിയിട്ട് പുസ്തകം കാണിച്ചു കൊടുക്കുന്ന ബംഗാളിയേക്കാളും
പടത്തും വരമ്പത്തും പണിയെടുക്കുക മാത്രം ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് രാവിലെ 6 മുതൽ വൈകിട്ട് 6ഉം 7ഉം വരെ അധ്വാനിച്ചാൽ 200 രൂപ മാത്രം ശമ്പളം വാങ്ങുന്ന ഉത്തരേന്ത്യക്കാരനേക്കാളും ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഈ സോളാറിന്റെ ചെറിയ പാനൽ വെയിലത്ത് വെച്ച് മാത്രം അത് നിർവഹിക്കുന്ന, ബൾബ് കണ്ട് ശീലമില്ലാത്ത, ഇതുവരെ ഒരു വാഹനത്തിൽ കയറാത്ത പാവപ്പെട്ട ബീഹാറുകാരനേക്കാളും എല്ലാ സമ്പന്നതയിലും വിരാജിച്ചുകൊണ്ടിരിക്കുന്ന കേരളക്കാരൻ 4 ഇരട്ടി ആത്മഹത്യ ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിന് കുറവുണ്ടോ? ഇല്ല. സൗകര്യങ്ങൾക്ക് കുറവുണ്ടോ? ഇല്ല. കേരളത്തിൽ കക്കൂസ് തീരെയില്ലെന്നും അവിടുത്തെ ഭരണം വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ വ്യാപകമായി ചില പാർട്ടിക്കാർ പ്രചരണം നടത്തിയിരുന്നു. അവർ സംഘടിപ്പിച്ച ഒരു കേരള യാത്രയിൽ ഇതെല്ലാം കൂടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ നിന്നുള്ള പ്രമുഖരാകുന്ന മാധ്യമപ്രവർത്തകരുടെ പട തന്നെ എത്തിയിരുന്നു. കേരളം തീരെ പുരോഗതി പ്രാപിക്കാത്ത, ഇവിടുത്തെ ഭരണം മാറി മാറി വന്ന ഭരണം കൊണ്ട് കേരളക്കാർക്ക് ഒരു നേട്ടവും വരാത്ത, അല്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങളും പട്ടിണിപ്പാവങ്ങളുള്ള, വീടില്ലാത്തവരില്ല, ടോയ്ലറ്റ് ഇല്ലാത്ത ഈ കേരളത്തെക്കുറിച്ച് അവിടെ നടത്തിയ പ്രചാരണം എല്ലാം കൂടി കേട്ടിട്ട് അവർ കേരളത്തിൽ വന്നതായിരുന്നു. മൊത്തം ഇതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അടിപൊളിയാക്കാൻ. കാസർഗോഡ് നിന്ന് ഈ ജാഥ തുടങ്ങിയിട്ട് ഒരു 3-4 കിലോമീറ്റർ ആയപ്പോഴേക്ക് അവർ തിരിച്ചുപോയി. എല്ലാവരും ഡൽഹിയിലേക്ക് കയറി. ഓരോ വീട്ടിലും 4ഉം 5ഉം കക്കൂസ്, എല്ലാ വീട്ടിലും എല്ലാവിധ സൗകര്യങ്ങളും, എല്ലാ കാർ പോർച്ചിലും 1ഉം 2ഉം കാറും മറ്റു വാഹനങ്ങളും. ഈ കേരളത്തെക്കുറിച്ചാണല്ലോ ഞങ്ങളാ കേട്ടത് എന്ന് വിചാരിച്ചിട്ട് അവർ പോയി. നമുക്ക് എന്ത് സൗകര്യ കുറവുള്ളത്? ഏതെങ്കിലും ഗവൺമെന്റ് നന്നാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. നമ്മുടെ തൊട്ട് മുമ്പുള്ള സമുദായം വല്ലാതെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണ്. ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നവോത്ഥാനം നടത്തിയത് ഗൾഫ് പണമാണെന്ന് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അദ്ദേഹത്തിന്റെ 2 പുസ്തകത്തിൽ പറയുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. കഠിനാധ്വാനം ചെയ്തിട്ട് പുതിയ മക്കൾക്ക് എങ്ങനെ പണം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു ബോധമില്ല. അതെങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്കും അവരുടെ ഉമ്മമാർക്കും യാതൊരു ബോധമില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ടൗണിലേക്ക് ചെന്നാൽ നമ്മൾ നേരം വെളുക്കുകളൊക്കെ പല സന്ദർഭങ്ങളിലും അലഞ്ഞു തിരിയുന്നവരെ കാണുന്നത്, പലതും ഇങ്ങനെ വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുന്നവരെ കാണുന്നത്. എല്ലാത്തിനെയും വിമർശിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. എങ്ങനെയാണ് നമ്മുടെ ആ ഒരു തലമുറ, നമ്മുടെ തൊട്ട് മുന്നേയുള്ള ആ തലമുറ സമ്പത്തുണ്ടാക്കിയതും നമുക്ക് വേണ്ടി കേരളത്തിൽ രമ്യഹർമ്മങ്ങൾ പടച്ചതും എന്നതിനെ കുറിച്ച് ചെറിയൊരു ബോധമെങ്കിലും ഈ ടീമിനുണ്ടാകണം. ഈ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ടീമിന് നമ്മളത് പകരുകയും വേണം. ഒരു പിതാവ് ഈടെ എൻ്റെ അടുത്ത് വന്നു. പാവപ്പെട്ടൊരു മനുഷ്യൻ, വയസ്സായിട്ടുണ്ട്. അത് എന്നോട് പറയണത് മക്കൾ ഇറങ്ങിപ്പോകും, എന്നോട് പറയില്ല എന്നാണ്. പെണ്ണൊക്കെ കെട്ടിച്ചു കൊടുത്തു എൻ്റെ കുട്ടികൾക്കൊക്കെ. അവരും അവരുടെ ഭാര്യയും തോന്നുന്ന സമയത്ത് ഇറങ്ങിപ്പോകും. എപ്പോഴോ കയറി വരും, എന്നോട് അവരും മിണ്ടൂല. പിന്നെ അവർ നിസ്കരിക്കണമെന്നില്ല ഈ പോക്കിലൊന്നും. അതെനിക്കറിയാം. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തിയതെന്നറിയാം ഉസ്താദേ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അവർക്ക് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് എന്നറിയാവോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ ഒരു കഥ പറഞ്ഞു. അയാൾക്ക് പൊറാട്ട അടിക്കലായിരുന്നു പണി. UAE ഏതോ ഒരു തകരം മുകളിലിട്ട ഒരു ചെറിയ ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന്, അപ്പുറത്ത് ഹോട്ടൽ, പൊറാട്ട അടിക്കുന്ന സ്ഥലത്ത് തൊട്ട് മേലെ തകരം, അതിലൊരു ഫാന് പോലും ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയണം. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാകും. ഇപ്പൊ UAE ദുബായും ഒക്കെ കണ്ടുവരുന്ന ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാകും. രാവിലെ മുതൽ വൈകിട്ട് വരെ പൊറാട്ട അടിച്ചുകൊണ്ടേയിരിക്കും. കഠിനമായ ചൂട്, മുകളിൽ നിന്നും താഴെ നിന്നും അടുപ്പെന്നും വേർത്തിട്ടും. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം പരസ്പരം ടച്ച് ചെയ്യുന്നിടത്തൊക്കെ വ്രണം വന്നു, ചീഞ്ഞ സ്മെല്ല് വന്നു. കൈനോട് ചേരുന്നിടത്ത്, കാലിനോട് ചേരുന്നിടത്ത്, വിരലുകൾക്കിടയിൽ ഇങ്ങനെ സ്പർശനം സംഭവിക്കുന്നിടത്തെല്ലാം ചീഞ്ഞു. മരുന്ന് വാങ്ങാൻ നല്ല പൈസ വേണം. അയാൾ കരഞ്ഞെൻ്റെ കൈ ഞെക്കി പിടിച്ചിട്ട് പറയാണ്, മരുന്ന് വാങ്ങാതെ അതും കൂടി ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഇയാളുടെ 2-3 കൂട്ടുകാർ ഒരു വെള്ളിയാഴ്ച ലീവിന്റെ ദിവസം അയാളോട് കടപ്പുറം കാണാൻ പോകാമെന്ന് പറഞ്ഞു. ഇയാളും മെല്ലെ ഒപ്പിച്ച് കടപ്പുറം കാണാൻ പോയി. നല്ല വെയിലുള്ളൊരു പകൽ, ജുമയുടെ ശേഷം. കടലിന്റെ ആദ്യത്തെ ലെയർ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച പോലെ നിൽക്കുകയാണ്.
ഇയാളും കൂട്ടുകാരും ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ മുമ്പ് പ്ലാൻ ചെയ്തതുപോലെ ഇയാളുടെ 4 കൂട്ടുകാർ ചേർന്ന് ഇയാളെ പൊക്കി കടലിലെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. നീറൽ കൊണ്ട് പൊറുതിമുട്ടി ചൂടുള്ള ഉപ്പ് വെള്ളത്ത് കിടന്നിട്ട് അയാൾ പൊള്ളി, ഭയങ്കരമായി നീറി. നീർറ്റൽ കാരണം അയാൾ ഉമ്മാനെ വിളിച്ച് കരഞ്ഞു. നേരത്തെ ആ കുട്ടി കാണിച്ചതുപോലെ ഇയാളും കരയിലേക്ക് നീന്തി വരുമ്പോൾ അവർ പിടിച്ച് പിന്നെയും കടലിലേക്ക് ഇടും. അങ്ങനെ 1-2 മണിക്കൂർ ഇദ്ദേഹത്തെ ചൂടുള്ള ഉപ്പുവെള്ളത്ത് കിടത്തി. ഇയാൾ പറയാണ്, അവരന്ന് ആ കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് എൻ്റെ രോഗമൊക്കെ മാറി. നല്ല ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ 2 മണിക്കൂറാണ്ട് കടന്നപ്പോ ഈ പഴുപ്പൊക്കെ പോയി, അങ്ങനെ വ്രണങ്ങളൊക്കെ ഉണങ്ങി. ഇങ്ങനെ അധ്വാനിച്ചാണ് ഞാൻ അവർക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ എന്നോടൊന്ന് പറയുക പോലുമില്ല. അവർ നിസ്കാരം പോലും നിർവഹിക്കണില്ല. അവർക്ക് അവരുടെ ജീവിതമാണ് പ്രധാനം. ഇത്രമേൽ സൗകര്യങ്ങളിൽ നമ്മളിങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും സംവിധാനങ്ങളും സൗകര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണത്തിന് പോവാൻ കുപ്പായം കടം വാങ്ങിയ വലിയൊരു തലമുറയാണ് നമ്മുടെ ഈ പൂർവികർ. നമ്മൾ മനസ്സിലാക്കണം, ഇതേക്കുറിച്ചൊന്നും ഒരു ബോധമല്ലാതെ അന്തം വിട്ട് നടക്കുക എന്നുള്ളതാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ മൊലിയരട്ടിയാളും SSFന്റെ ഒക്കെ നല്ല പ്രവർത്തകരുമായ കുറച്ചാളുകളെ മാറ്റിവെച്ചാൽ പൊതുവേ ഈ അങ്ങാടി പിള്ളേരും രാവിലെ സ്കൂളിൽ പോയി വൈകിട്ട് വരുന്ന ടീമിൻ്റെയും ഒരവസ്ഥ ഒന്ന് വെറുതെ ആലോചിച്ച് നോക്ക്. ബന്ധങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരുടെ ഇടയിൽ മാത്രം. ബന്ധുക്കൾ അവർക്ക് അറിയില്ല, അമ്മായി ആരാന്നറിയില്ല, മൂത്താപ്പനെയും വിളപ്പനെയും അറിയില്ല. വീട്ടിലൊരു പരിപാടിക്കും അവരെ കിട്ടൂല, റേഷൻ വാങ്ങാൻ പോലും അവർ പോകൂല. അതൊക്കെ തന്തവൈബായിട്ട് അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അവരുടെ ഡ്രസ്സ് വലിയ വില കൊടുത്തു വാങ്ങുന്നതാണ്. പണ്ടത്തെ പോലെ തുണി എടുത്തിട്ട് അടിക്കാൻ കൊണ്ടുപോകുന്നില്ല. അവരേറ്റവും നല്ല ജൻസ് കടയിൽ കയറും, അരൺസൊല്ലി വാങ്ങും. ഏകദേശം 3000-4000 രൂപയ്ക്ക് കുപ്പായം. ഇതിനെവിടുന്ന പൈസ അവരുണ്ടാക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് കുറച്ച് ചെറുപ്പക്കാർ ചേർന്നിട്ട് ഗംഭീര കൂട്ടുകാരാവുക. എല്ലാവരുടെ വീട്ടിലും എല്ലാവർക്കും പ്രവേശനം, എല്ലാവരുടെ അമ്മ എല്ലാവരുടെയും അമ്മ, ഓരോരുത്തരുടെ പെങ്ങളും എല്ലാവരുടെയും പെങ്ങൾ. ആ വീട്ടിൽ കയറുന്നതിന് കുഴപ്പമില്ല, ഞങ്ങളെ കുഞ്ഞാപ്പൂവിൻ്റെ ഫ്രണ്ട്സാന്ന് പറയും. ഇങ്ങനെ ഫ്രണ്ട്സായി നടന്നാൽ എന്താ ഗുണം? കുറെ എണ്ണി പറയാനുണ്ട്. ഒരുത്തം പുകവലിക്കാരനാണെങ്കിൽ എല്ലാവരും വലിക്കണം, ഒരുത്തൻ റൊണാൾഡോന്റെ ആളാണെങ്കിൽ എല്ലാവരും അതാവണം. പിന്നെ മെസ്സിക്ക് അവിടെ സ്ഥാനല്ലേ? അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ അഭിരുചികളും ഒന്നിച്ചു മുന്നോട്ട് പോകണം. ഏതെങ്കിലും ഒരുത്തൻ കഞ്ചാവിൻ്റെ ആളാണെങ്കിൽ എല്ലാവരും അതിലേക്ക് എത്തിച്ചേരണം, ചേർന്നിരിക്കും. അതാണ് വളാഞ്ചേരിക്കാരൻ കുട്ടിക്ക് പറ്റിയത്. കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് MDMA എടുത്ത് ഇതൊന്ന് ഉപയോഗിക്കണമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് വേണ്ടെന്നും, നിങ്ങളോടൊപ്പം തുടരണമെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് ഉപയോഗിച്ചേ തീരുള്ളൂ എങ്കിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലെന്നും പറഞ്ഞിട്ട് കടപ്പുറത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ച് KSRTC സ്റ്റാൻഡിൽ പോയി തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു ബസ് കയറി വളാഞ്ചേരിയിൽ ആ കുട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ 4 വർഷം ദുരന്തത്തിൻ്റെ ജീവിതം വേണ്ടി വരില്ലായിരുന്നു. പക്ഷെ സുഹൃത്തുക്കൾ സമ്മതിക്കൂല. ഇങ്ങനെയുള്ള കുറേ ട്രെൻഡിൽ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുമ്പിലാണ് ആർക്കോ വേണ്ടി ഒരു കെട്ടിടവും ഒരു മദ്രസയും നിലകൊള്ളുന്നത്. ഉമ്മാക്ക് പോലും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഉമ്മാക്ക് പോലും ഇപ്പൊ 2 ദിവസമൊക്കെ സ്കൂളിന് ഒന്നിച്ച് ലീവ് ഇട്ടാണെങ്കിൽ എന്നാൽ നമുക്ക് വിരുന്ന് പോകാന്ന് പറയും ഉമ്മ. അപ്പൊ കുട്ടിയുടെ ഒരു കൗതുകത്തിന് ചോദിക്കും, അല്ല അമ്മ ഞായറാഴ്ച രാവിലെ മദ്രസ ഇല്ലേ? എന്താ അമ്മാന്റെ മറുപടി? അത് മദ്രസ അല്ലേ എന്നാണ്. അത്രയൊക്കെ പോയാൽ പോരെ, ഒഴിവും നേരമൊക്കെ നോക്കിയിട്ട് പോയാൽ പോരെ എന്നുള്ളതാണ് ഉമ്മാന്റെ മറുപടി. ഈ കുട്ടി എങ്ങനെയാണ് പിന്നെ മദ്രസിനെ ഇഷ്ടപ്പെടുക? മദ്രസ ഒരു കെട്ടിടല്ല. ചിലപ്പോൾ നമ്മളോട് ഏതെങ്കിലും വ്യക്തിപരമായ വിഷയത്തിൽ വിദ്വേഷമുള്ള ഏതെങ്കിലും ഒരു ഉസ്താദ് പഠിപ്പിക്കുന്ന ഇടം അല്ല. നേരെ മറിച്ച് നമ്മുടെ മക്കളുടെ ദുന്യാവും ആഖിറവും വിജയിപ്പിച്ചെടുക്കാനുള്ള പരിശീലന കളരിയാണത്. വളരെ കുറഞ്ഞ സമയം മാത്രം. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് സ്കൂൾ ബസ് വരുമ്പോൾ ആ ബസ്സിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രമായിട്ട് പല മദ്രസകളും മാറുന്നു.
ഓരോ കുട്ടിക്കും അവരുടെ ബസ്സിന്റെ ഹോൺ അറിയാം. മദ്രസന്റെ അവിടെ നിന്ന് ഹോൺ അടിക്കുന്നതോട് കൂടെ ആ കുട്ടി ഇറങ്ങിപ്പോകും. ഉസ്താദിനോട് സമ്മതം ചോദിച്ചു, ഉസ്താദ് സമ്മതം കൊടുത്താൽ ഉസ്താദിന് കൊള്ളാം, അല്ലെങ്കിൽ സമ്മതമില്ലാതെ പോകും. അങ്ങനെ സമ്മതമില്ലാതെ പോയി കഴിഞ്ഞാൽ ഉസ്താദിന് പിറ്റേ ദിവസം പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് പുറത്താക്കാം, വഴക്ക് പറയാം, വേണേ 2 അടിയൊക്കെ കൊടുക്കാം. പക്ഷേ പിന്നെ 60 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പോക്സോ എന്നും പറഞ്ഞിട്ടൊരു നിയമം വരും. നമ്മുടെ മക്കൾ നന്നാവണമെന്ന് കരുതി ഉസ്താദിനോടൊപ്പം, മദ്രസ നിർമ്മാതാക്കളോടൊപ്പം, മദ്രസന്റെ നടത്തിപ്പുകാരോടൊപ്പം നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നുവെങ്കിൽ കുറച്ചു കാലം കൂടി നമ്മുടെ നാടൊക്കെ ധാർമ്മികതയുടെ മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ നമ്മളൊക്കെ മരിക്കണതിന്റെ മുമ്പ് തന്നെ കാണേണ്ടി വരും നമ്മുടെ നാട്ടിന്റെ കുറേ വൃത്തികേടുകൾ. ഞാനതിലെ ചില സഭ്യമായതാണ് പറഞ്ഞത്, പറയാൻ പറ്റാത്ത കുറേയുണ്ട് എൻ്റെ മുന്നിൽ, കാണേണ്ടി വരും. ഞാനിന്ന് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ ഈ മെജസ്റ്റിക്കിലോ മറ്റൊക്കെ ഒന്ന് പോയി ബസ് ഇറങ്ങിയിട്ട് വെറുതെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുക. നടന്നു പോണ മലയാളി കുട്ടികൾ എന്താ സംസാരിക്കണത് എന്ന്, ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ എന്താ പറയണത് എന്ന്. അതല്ല എങ്കിൽ അവിടുത്തെ ജീവനക്കാരാവുന്ന ചെറുപ്പക്കാരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ഈ വേദിയിൽ ഉസ്താദുമാരെ സാക്ഷി നിർത്തി എനിക്കത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് 1 മണിക്ക് ഡിവൈഡറിലിടിച്ച് കാറ് മറിഞ്ഞ് 4 മലയാളികൾ മരിക്കുമ്പോൾ 3 അന്യരോടൊപ്പം ഒരു ഫാത്തിമത്ത് സുഹറ കടന്നു വരുന്നത്. രാത്രി 1:30 മണിക്ക് ഡിവൈഡർ കാണാത്ത വിധം പാറി വരുന്നത് അവരെവിടുന്ന? കൂടെ ഉള്ളത് ആങ്ങളെയാണോ? അതൊക്കെ പറഞ്ഞാൽ ഏറെ കയറ്റാനായിട്ട് കുറെ ആളും വരും. ആങ്ങള എന്നെ വേണോന്നൊക്കെ ചോദിച്ചിട്ട്. കൂടെ ഉള്ളത് ആങ്ങളെയാണോ? ഭർത്താവാണോ? പിതാവാണോ? അമ്മാവനാണോ? ഒന്നുമല്ല, നാട്ടുകാർ പോലും അല്ല. ഏതൊക്കെയോ സെബാസ്റ്റ്യനും ഏതൊക്കെയോ ശിവദാസും ഒപ്പം കൂടുന്നു. ഞാൻ ആരെയും പേര് പറഞ്ഞ് പരിഹസിക്കാനല്ല പറയണത്. നേരെ മറിച്ച് ഒരു ബന്ധമില്ലാത്തവരോടൊപ്പം നട്ടപ്പാതിരക്ക് 1:30 മണിക്ക് എവിടുന്നാണ് ഈ കുട്ടി വരുന്നത്? കൊച്ചിയിലെ മെട്രോ പെല്ലറിൽ കാറിടിച്ചിട്ട് മരിക്കുമ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ മുഖം മാത്രം പുറത്ത് കാണിച്ച് തട്ടട്ട കുട്ടി വിടുന്നത് എങ്ങനെയാണ്? ആ കുട്ടിയെ, ഞാൻ ഈ പറയുന്ന കേസിലെ കുട്ടിയെ, ആ പ്രോഗ്രാമിലേക്ക് 10 മണിക്ക് വിളിച്ചുണർത്തി കുളിപ്പിച്ച് നല്ല ഡ്രസ്സ് ധരിക്കാൻ കൊടുത്തിട്ട് പറഞ്ഞയച്ചത് സ്വന്തം ഉമ്മയാണെന്നറിയണം. എന്താ പരിപാടി? അവളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു രാത്രി 12 മണിക്ക്. രാത്രി 12 മണിക്ക് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് മകളെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഉമ്മമാർ ഈ കുട്ടിയെ ഏത് രീതിയിൽ വളർത്തിയവരായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. ഇവിടെയാണ് മതം പഠിക്കുന്നതിന്റെ പ്രസക്തി നമ്മൾ കാര്യമായി ഉൾക്കൊള്ളേണ്ടത്. അത് ചെറിയൊരു സംഭവമല്ലെന്ന് മനസ്സിലാക്കേണ്ടത്. മാതാവും പിതാവും, മാതാവാണ് പിതാവാണ് എന്ന ബോധത്തിൽ കുട്ടി വളരണമെങ്കിൽ ഇങ്ങോട്ട് വിട്ടേ പറ്റുള്ളൂ. എന്താണ് പിതാവ് എന്നതിൻ്റെ ബയോളജി പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. എന്താണ് മാതാവ് എന്നതിനെ കുറിച്ച് ജീവശാസ്ത്രപരമായ സംഗതി പഠിച്ചിട്ടുണ്ടാകും. ഈ മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം എന്താണ്, അവരോട് എനിക്കുള്ള ബാധ്യത എന്താണ്, കടപ്പാടെന്താണ്, ഒരു നിലക്കും പഠിക്കാൻ ഭൗതിക സംവിധാനങ്ങളിൽ അതവരുടെ മേഖലയേ അല്ല. അത് പഠിക്കണമെങ്കിൽ, തനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പിതാവിനെ കുറിച്ച് അറിയണമെങ്കിൽ, തനിക്ക് വേണ്ടി ഊണും ഉറക്കും ഒഴിവാക്കി, ഭക്ഷണം ഒഴിവാക്കി 9 മാസവും 10 ദിവസവും ചുമന്ന് നടന്ന മാതാവിനോടുള്ള ബാധ്യത അറിയണമെങ്കിൽ, ഈ മാതാവിനോട് ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഇടപെടേണ്ടത് എന്ന ബോധത്തിലേക്ക് നമ്മുടെ മക്കൾ വളരണമെങ്കിൽ ദീനീ വിദ്യാഭ്യാസം നൽകിയേ പറ്റൂ. സ്കൂളിനോളമോ അതിലേറെയോ അതിന് പ്രാധാന്യം നൽകിയേ പറ്റുള്ളൂ. കാരണം സ്കൂൾ പഠിക്കുന്നത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കുള്ളതാണ്, അതിനപ്പുറമല്ലേ അല്ല. നേരെ മറിച്ച് ഈ ദുന്യാവിലും ആഖിറത്തിലും നമ്മുടെ മക്കൾ രക്ഷപ്പെടാനുള്ളതാണ് വിദ്യാലയങ്ങളിൽ വെച്ച്, മദ്രസകളിൽ വെച്ച് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം നൽകണം. ഞാനിന്നൊരു കുട്ടി അവിടെ നിന്ന് പരിചയപ്പെട്ടു. ആ കുട്ടി 9ാം ക്ലാസ്സിലാണ്, മദ്രസ എന്ന് പറഞ്ഞു.
സത്യത്തിൽ 9ാം ക്ലാസ്സിലൊക്കെ മദ്രസയിലേക്ക് വരുമ്പോഴേക്ക് ആ ക്ലാസ്സിലെ 1ാം ക്ലാസ്സിൽ 30-40 ഉണ്ടായിരുന്ന കുട്ടികൾ ചുരുങ്ങി 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 വന്ന് 2 ആൺകുട്ടിയും 3 പെൺകുട്ടിയായിട്ട് മാറുന്നു. ഒരു 7ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കിന് SLC വരാനില്ലേ എന്നും പറഞ്ഞിട്ട് മദ്രസയിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നു. എന്നിട്ടോ ഈ 4 കൊല്ലവും SSLC വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് കഠിനമായ പഠനത്തിലാണോ നമ്മുടെ മക്കൾ? മദ്രസയിലേക്ക് പോകുന്ന 1 മണിക്കൂർ മാത്രം നമ്മൾ കവർന്നെടുത്തിട്ട്, ഒരൊറ്റ മണിക്കൂർ മാത്രം മദ്രസയിൽ, അതുകൂടെ നമ്മൾ കവർന്നെടുത്ത് ഇതേ SSLC വന്ന് ട്യൂഷന് പറഞ്ഞേക്കണമെന്നും പറഞ്ഞിട്ട് നമ്മൾ മദ്രസയൊക്കെ നിർത്തി പോകുന്നു. 4 വർഷം മുന്നേ അല്ലെങ്കിൽ 3 വർഷം മുന്നേ ഈ കുട്ടി 24 മണിക്കൂറും SSLC വരുന്നു എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, അവൻ ഇഷ്ടം പോലെ ഗെയിം കളിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു 3 ദിവസം മുന്നേ ഞാൻ പെരിന്തൽമണ്ണയുള്ള അബേറ്റ് എന്ന് പറയുന്ന ആശുപത്രിയിൽ എൻ്റെ കണ്ണ് പരിശോധിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചെറുപ്പക്കാരൻ പരിചയപ്പെട്ടു. ഇന്ന് അയാൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, അന്ന് നിങ്ങൾ കൊണ്ടുവന്ന അനുജൻ്റെ കാര്യം എന്തായിരുന്നു? ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കട്ടിയുള്ള ഗ്ലാസ് ജീവിതത്തിൽ ഉടനീളം വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്, വേറൊരു മാർഗമല്ലേ. ഞാൻ ചോദിച്ചു, ഇത്ര ചെറുപ്പത്തിൽ എന്തേ പ്രശ്നം? ഡോക്ടർ പറഞ്ഞത് അവൻ മൊബൈലിൽ കൂടുതൽ സമയം ഉപയോഗിച്ചത് കൊണ്ട് വന്നു പോയതാണ് എന്നെ വിളിച്ചതാണ് ആ ചെറുപ്പക്കാരൻ. സ്വാഭാവികമായും അന്ന് പരിചയപ്പെട്ട ആളല്ലേ. വിളിച്ചപ്പോൾ അയാൾ വന്ന കേസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതാണ്. അപ്പോൾ അയാൾ അതിൻ്റെ റിസൾട്ട് പറയാണ്, നല്ല കട്ടിയുള്ള കണ്ണട, അതിന് ജീവിതകാലം ഉടനീളം ഉപയോഗപ്പെടുത്തണം, അല്ലെ കണ്ണ് കാണൂല എന്ന്. അപ്പം ഇങ്ങനെ ഈ ചെറുപ്പത്തിലെ അവൻ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളൊക്കെ കണ്ണ് പരിശോധിക്കാൻ പോകുന്ന സ്വാഭാവികമായും അതിൻ്റെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു കടച്ചിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പരിശോധിക്കാൻ പോയതായിരുന്നു. അന്ന് പരിചയപ്പെട്ട ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇനി നല്ല ഈ സ്ലാബ് പോലത്തെ കണ്ണടകളാണ് ഇനി ജീവിതകാലം ഉടനീളം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ ആ ചെറുപ്പക്കാരനാവുന്ന ജ്യേഷ്ഠനോട് പറയാണ്, അതിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഓനമ്മ ലാളിക്കുമായിരുന്നു, അങ്ങനെ ഇഷ്ടം പോലെ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തുന്നു, ഉമ്മ ലാളിക്കുമായിരുന്നു, ഈ മറയിലപ്പുറത്തുള്ളവർ കേൾക്കണം. ഇതാണ് വാത്സല്യം നമ്മൾ ഇതാണ് വാത്സല്യം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. വത്സം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നെഞ്ച് എന്നാണ് അർത്ഥം. വാത്സല്യം എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കലാണ്, നെഞ്ചിനോട് ഒട്ടിച്ചു പിടിക്കലാണ്. ഇതുവരെ സ്വന്തം മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുമോ? കൈക്കുഞ്ഞാവുമ്പോൾ മുത്തം കൊടുത്തത് കഴിഞ്ഞിട്ട് സ്വന്തം മകളെ ഏതെങ്കിലും ഒരു ഉമ്മ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവോ? സ്കൂളിൽ പോകുന്ന സമയത്തൊന്ന് ചേർത്ത് പിടിച്ച് ഹൃദയത്തിന്റെ ഭാഷയിൽ, മോളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ, പുതിയ കാലാണ്, പിറകെ നടക്കാൻ ആളുണ്ടാകും, തോറ്റുപോകരുത് കേട്ടോ എന്ന് ആത്മാർത്ഥതയുടെ സ്വരത്തിൽ ഒരു ഉമ്മ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ? ഇല്ല, എനിക്ക് തോന്നണില്ല. വാത്സല്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ടൂറിന് പോട്ടെ, 5000 രൂപ വേണമെന്ന് പറയുമ്പോൾ 5000 എടുത്തോ, പിന്നെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല, 2000 എക്സ്ട്രാ എടുത്തോ എന്ന് പറയുന്നത് വാത്സല്യമല്ല. അത് വാത്സല്യമല്ല. അവരാവശ്യപ്പെടുന്നതെല്ലാം നൽകലാണ് വാത്സല്യം എന്ന് കുട്ടി തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് 9 വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും സംഭവിച്ചു. അങ്ങനെ 14 വയസ്സുള്ള ചെറുപ്പക്കാരനാവുന്ന ഒരു കുട്ടി ടോയ്ലറ്റിൽ കയറി കുറേ കഴിഞ്ഞിട്ട് വരാതിരുന്നത് കണ്ടപ്പോൾ ആളുകൾ ഇങ്ങനെ ചെന്ന് അത് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ തോർത്തുമുണ്ടിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ 9 വയസ്സുകാരിയാവുന്ന പെൺകുട്ടി ജനലിൽ കുരുക്കിട്ടിട്ടാണ് ചാടി മരിച്ചത്. എന്താ പ്രശ്നം? ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളോട് നേരിടാൻ അവർക്ക് പറ്റണില്ല. എല്ലാം ചെയ്തു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നു നമ്മൾ. ദുഃഖം അറിഞ്ഞില്ല കുട്ടികൾ. ഉസ്താദിന് തല്ലാൻ പറ്റുമോ? വഴക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ കൂടിക്കൊടുക്കും. കമ്മിറ്റി പോലും മാറി നിൽക്കും. ഒരു പാവപ്പെട്ട ഉസ്താദ് ഇത്തരം ചില കേസിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അയാളുടെ ജീവിതം മൊത്തം നശിക്കും, കുടുംബം മാനം കെടും. സംഭവിച്ചത്, ഉസ്താദ് കുട്ടി പഠിക്കാതെ വന്നപ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞതാണ്. കുട്ടി 1098 ഫോം വിളിച്ചു, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ പോക്സോയിൽ ഭയങ്കരമായ തെറ്റാണ്. ഏതാനും നിമിഷങ്ങൾ കുട്ടിയെ രൂക്ഷമായി നോക്കുന്നത് പോലും തെറ്റാണ്. ഉസ്താദിന് എന്ത് ചെയ്യാൻ പറ്റും? ഉസ്താദിന് എന്ത് ചെയ്യാൻ പറ്റും? ഉസ്താദുമാർ അവർക്കുള്ള ജോലി മാത്രം നിർവഹിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. തമാശക്ക് കേസ് കൊടുത്ത് 24 വർഷം ജയിലിൽ കിടക്കുന്ന ഉസ്താദൊക്കെ ഉണ്ട്. ഒരു രക്ഷിതാവിന് ഉസ്താദിനോട് എന്തോ ഒരു വിദ്വേഷം വന്നു, വളരെ നിസ്സാരമായൊരു വിഷയത്തിന്.
കുട്ടിയെ എന്തോ ഒരു കല്യാണത്തിന് പോകാൻ നേരത്തെ വിടാൻ പറഞ്ഞിട്ട് അദ്ദേഹം മദ്രസ വിട്ടപ്പോഴേ അയാളെ വിട്ടുള്ളൂ. ചിലപ്പോൾ മറന്നുപോയതായിരിക്കും പാവം. എന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് അന്ന് അവസാന നിമിഷത്തിൽ കുട്ടിനെ കാണാതെ ഇരുന്ന് വല്ലാതെ കുറേ നേരം കാത്തിരുന്ന് മുഷിഞ്ഞിട്ട് വന്ന് കുട്ടിനെ കൂട്ടിക്കൊണ്ടുപോകണ വാപ്പ പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരാം ഉസ്താദിനോട്. അയാൾ അങ്ങനെ പോയിട്ട് കുട്ടിനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തു. സ്വന്തം കുട്ടി പീഡനത്തിൻ്റെ ആരോപണത്തിൽ പെട്ടാൽ പോലും ഉസ്താദിനൊന്ന് കൊടുക്കണമെന്ന്. ഇരുന്ന കൊമ്പ് മുറിച്ചിട്ടാനും വേണ്ടില്ല, ജ്യേഷ്ഠനൊന്ന് ചാവണം എന്ന് കരുതിയ പണ്ടത്തെ ഒരാളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? ഈ സാധു മനുഷ്യതൊന്നും അറിയില്ല. അയാളെ പോലീസ് പിടിക്കുന്നു, അയാൾക്ക് 24 വർഷത്തെ വിധി വരുന്നു. കമ്മിറ്റിക്കാർ ചോദിക്കണ്ട എന്തിനാ ചങ്ങാതി അവസ്ഥ, അത് കുറേ കൊല്ലായില്ല നമ്മുടെ നാട്ടിൽ, അയാളുടെ അടുത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് നിനക്കറിയില്ലേ? ഇത് രക്ഷിതാവും പറയണ്ട അതെ എനിക്കറിയാലോ, പിന്നെന്താ നീ ചെയ്തത്? ഞാൻ അയാളൊന്ന് പേടിപ്പിക്കാൻ കൊടുത്തതാണ് കേസ്, ഞാൻ പോയി പിൻവലിക്കാന്ന് അറിയണം ഇയാൾ. ഈ ബോക്സോ കേസിന് അങ്ങനെ പ്രശ്നമുണ്ട്, പിൻവലിക്കാൻ പറ്റൂല. അപ്പൊ ഇരയെ സ്വാധീനിച്ചു എന്നുള്ള നിലക്ക് വേറൊരു കുറ്റം കൂടെ വരും. പിന്നെ അതിന് വിധി വന്നതാണ് ഞാൻ പറഞ്ഞ 24 വർഷം. ഈ ഒരു ചെറുപ്പക്കാരനായ ഉസ്താദിന്റെ ജീവിതത്തിൽ ഈ 24 വർഷത്തെ തിരിച്ചു കൊടുക്കാൻ വാശിപ്പുറത്ത് കേസ് കൊടുത്ത ഈ പിതാവിന് പറ്റൂ? സമുദായം ഒന്നിച്ചു തീർന്നാൽ പറ്റൂ? അദ്ദേഹത്തിൻ്റെ കുടുംബം മാനം കെട്ടതിന് പീഡനം എന്ന രീതിയിൽ റിപ്പോർട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിച്ചത്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠാനുജന്മാരും വല്ലാതെ പരിഹാസത്തിന് വിധേയരായത് ആർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? അതിനെന്ത് പരിഹാരം ചെയ്യാൻ പറ്റും നമുക്ക്? ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ മദ്രസിൻ്റെ ആളുകളാവാനും മദ്രസിലെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാനും ഗ്രഹിക്കാനും ഉസ്താദുമാരെയും നടത്തിപ്പുകാരെയും സമ്പൂർണമായി സപ്പോർട്ട് ചെയ്യലേ രക്ഷിതാക്കളാവുന്ന നമ്മുടെ മുമ്പിൽ മാർഗമുള്ളൂ. ഞാൻ നിങ്ങളെ മുമ്പിൽ വന്ന് അങ്ങലെ ദൂരെ നിന്ന് വന്നിട്ട് കുറേ വഴക്കറിയാൻ വന്നതൊന്നുമല്ല. ഞാനും നിങ്ങളെപ്പോലെ രക്ഷിതാവാണ്. മദ്രസിലും ദർസിലും ഒക്കെ പഠിക്കുന്ന മക്കൾ എനിക്കുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ എന്താവണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയേണ്ടത്. മദ്രസ ഒരു പ്രധാന സംഭവമാണ് എന്ന ബോധത്തിൽ കുട്ടികളെ ചെറിയ പ്രായത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റണം. കുറേ മുന്നേ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം മദ്രസയിൽ പോണ്ടേ എന്ന്. ഈ റമദാനൊക്കെ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ റമദാനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അതിൻ്റെ മസാല. നോമ്പ് വരുന്നുണ്ടല്ലോ, ഒരു 3 മാസം മുന്നേ തന്നെ നോമ്പ് വരുന്നുണ്ടല്ലോ. അപ്പം ചെറിയ മക്കൾക്കൊക്കെ നോമ്പ് എന്തോ ഒരു സംഭവം തോന്നണം. ഇതിലൊക്കെ റമദാൻ്റെ മുന്നേ ഇറങ്ങിയ സുന്നി വയസ്സിൽ AP ഉസ്താദിൻ്റെ ഒരു ലേഖനം നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ഉസ്താദ് കാര്യമായിട്ട് അത് അതിൽ പറയണുണ്ടായിരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നോമ്പ് വരുമ്പോഴേക്കുള്ള ഒരിക്കൽ പണ്ടത്തൊക്കെ മാതിരി മല്ലി ശേഖരിക്കൽ, മുളക് ശേഖരിക്കൽ, പച്ചരി ശേഖരിക്കൽ, കഴുകൽ, ഉണക്കൽ, അതിലൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ കൂട്ടൽ. എന്നിട്ട് ഇങ്ങനെ പറയാം എന്താ നോമ്പ് വരുന്നുണ്ട്. അപ്പൊ നോമ്പൊരു വലിയ സംഭവമാണെന്ന് കുട്ടിയുടെ മനസ്സിലുണ്ടാകും. അങ്ങനെയാവണം മദ്രസ. ചെറിയ കുട്ടികളാവുമ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കണം നമുക്ക് മദ്രസ പോണ്ടേ, ബിസ്മി പഠിക്കണ്ടേ, ഖുർആൻ ഓതണ്ടേ. മദ്രസയിലേക്ക് പോകുന്നത് ഒരു ആഘോഷാക്കണം. മദ്രസയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി കുട്ടിക്ക് വന്നുവെങ്കിൽ അതിന് പ്രത്യേകം സമ്മാനം കൊടുക്കണം. നമ്മുടെ കുടുംബ യോഗങ്ങളിൽ വെച്ച് അഭിനന്ദിക്കണം. മദ്രസയിൽ നിന്ന് മാസാന്ത പരീക്ഷയിൽ നമ്മുടെ മമ്മീന് 35 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പൊലിപ്പിക്കണം. പറ്റിയെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചു കൊടുക്കണം. അങ്ങനെ മദ്രസ ഏറ്റവും അനിവാര്യമാണെന്ന ബോധത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് മറക്കരുത്. എല്ലാ കുട്ടിയും നിഷ്കളങ്കനാണ്, എല്ലാ കുട്ടിയും പരിശുദ്ധമായ ദീൻ സ്വീകരിക്കാൻ പറ്റും വിധം വളരെ 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 വിശുദ്ധനാണ്. മാതാപിതാക്കൾ സാഹചര്യം അവനെ വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു. ചെറിയ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. ചെറിയ കുട്ടി, ഈ ന്യൂബേൺ ബോബി എന്നൊക്കെ പറയില്ല, ചെറിയ സാധനം. 1-ാം ദിവസം 2-ാം ദിവസം ആ കുട്ടി കേൾക്കേ ബിസ്മി ചൊല്ലി ഉമ്മ വായിലേക്ക് സ്ഥലം വെച്ചു കൊടുക്കണം. ഇത് കേട്ട് വളരണം. 1-ാം ദിവസത്തെ കുട്ടിക്ക് എന്ത് ബോധം ഉണ്ട് നമുക്കറിയാം. മാതാവും പിതാവും സംസാരിക്കുന്നത് പോലും തിരിച്ചറിയാൻ ഗർഭസ്ഥ ശിശുവിന് സാധിക്കുന്നതാണ്. മാതാവിൻ്റെ സന്തോഷവും സന്താപവും, മാതാവിൻ്റെ കൂടെ നിന്ന് തൻ്റെ പിതാവിൻ്റെ സാന്ത്വനങ്ങൾ, അതുവഴി മാതാവിലുണ്ടാകുന്ന സന്തോഷകരമായ ചില സ്പന്ദനങ്ങൾ, ഇതൊക്കെ കുട്ടിക്ക് ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. പിന്നെ പുറത്തു വന്നാൽ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തുറപ്പിച്ച് നോക്കണതൊക്കെ നമ്മളെ കുറിച്ച് പഠിക്കുകയാണ്.
ബിസ്മി ചൊല്ലിയാവണം ഭക്ഷണം കൊടുക്കേണ്ടത്. ഏത് ഭക്ഷണം മുതൽ? ഒന്നാമത്തെ സന്ദർഭത്തിൽ നൽകുന്ന അമ്മിഞ്ഞപ്പാലടക്കം. മൂത്രമൊഴിച്ചാൽ നമ്മൾ കഴുകാറുണ്ട് കുട്ടികളെ, അപൂർവമായി. വിസർജിച്ചാൽ കഴുകും, കാര്യം അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രസവിച്ച ആ നിമിഷം മുതൽ കുട്ടി മൂത്രമൊഴിച്ചാലും കഴുകി കൊടുക്കണം. അതാണ് ദീനെന്നും അതാണ് വേണ്ടതെന്നും കുഞ്ഞുമക്കളാവുമ്പോൾ മുതൽ അവരുടെ ആത്മാവിൻ്റെ ചോദനയായി മാറണം. കുട്ടി വാങ്ങുമ്പോൾ ഇടത് കൈയാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ ആ കൊടുക്കാൻ പോണ സാധനം പിൻവലിക്കണം. 1-2 പ്രാവശ്യമൊക്കെ പറയണം, വലത് കൈ കൊണ്ട് മേടിക്കണം കേട്ടോ ഒന്ന്. എന്നിട്ടും കുട്ടി പഴയ ശീലത്തിന് ഇടത് കൈ കൊണ്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആ കൊടുക്കാൻ വിചാരിച്ച സാധനം നമ്മളിങ്ങോട്ട് പിൻവലിക്കണം. കുട്ടി പിന്നെയും വാങ്ങാൻ നോക്കും, അപ്പോൾ നമ്മൾ പിന്നെയും പിൻവലിക്കണം. 2-3 പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും, ഈ കൈ കൊണ്ട് വാങ്ങിയിട്ടാണത് പ്രശ്നം, വലത് കൈ കൊണ്ട് വാങ്ങിയേക്കാം. അത് അവൻ നീട്ടുമ്പോൾ വളരെ പെട്ടെന്ന് കൊടുത്തിട്ട് ഒരു അഭിനന്ദനമൊക്കെ കൊടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ചെയ്താൽ ആ കുട്ടി ഏത് ക്യാമ്പസിൽ പഠിച്ചാലും വലത് കൈ കൊണ്ടേ നൽകൂ, വലത് കൈ കൊണ്ടേ വാങ്ങൂ. നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഉമ്മ എഴുന്നേറ്റ് ഉറങ്ങണോടത്തുനിന്നല്ല, എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത്ര അത്യാവശ്യം ഒന്നല്ലെങ്കിൽ ഉമ്മ അപ്പോഴേ നിർത്തണം പരിപാടി. ആ വാങ്ങ് കൊടുത്ത് നമുക്ക് നിസ്കരിക്കാൻ പോകാമെന്ന് പറയണം വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു മക്കളോട്. 7 വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കണ്ടേ? അവർക്ക് നിർബന്ധം വരുന്നത് അപ്പോഴാണ് പ്രായപൂർത്തിയായാൽ. ഇനിയുണ്ട് 7-8 വയസ്സ് പ്രായപൂർത്തിയാവാൻ, ഇനിയുണ്ട് 8 വയസ്സോളം പ്രായപൂർത്തിയാകാൻ. എന്നാലും 7-ാം വയസ്സിൽ നമ്മൾ നിസ്കാരം നോമ്പ് അവരോട് കൽപ്പിച്ചുകൊണ്ടിരിക്കണം. 10-ാം വയസ്സായിട്ട് അതവർ കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ അടിക്കണം. 10-ാം വയസ്സായാലും പ്രായപൂർത്തിയാവാൻ ഇനി 5 വയസ്സ് ബാക്കി കിടക്കുകയാണ്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? ചെറുപ്പകാലം മുതൽ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും പ്രാധാന്യം, ഗൗരവം, അതിൻ്റെ സീരിയസ്നെസ് അവരുടെ മനസ്സിൽ അങ്ങോട്ട് കല്ലുമ്മ കൊത്തിയ പോലായി തീരാൻ. നമ്മളൊക്കെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഇതിന് പറ്റണ പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവും. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ മോന് പെണ്ണ് തിരയുമ്പോൾ എത്ര റീല് നീ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് ആവരുത് മാനദണ്ഡം. നീ എത്ര ഷോട്ട് പ്രസിദ്ധീകരിച്ചിരിക്കണ്, നീ എത്ര റീല് പ്രസിദ്ധീകരിച്ചിരിക്കണ്, ഇതാവരുത് മോൻ്റെ പ്രതിശ്രുത വധുവിന് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നിബന്ധന വെക്കേണ്ട മാനദണ്ഡം. അവൾ ദീനിയാണോ നോക്കണം, ദീനിയായ ഇൽമുണ്ടോ നോക്കണം, മക്കളെ ദീനിലൂടെ വളർത്തി കൊണ്ടുവരാൻ പറ്റുമോ നോക്കണം. തെറിച്ച് ജീവിക്കാൻ ആർക്കും സാധ്യമാണ്, നിയന്ത്രണത്തോടുകൂടെ ജീവിക്കാനാണ് പ്രശ്നം. ഒരു കാറിൽ കയറിയിട്ട് ലക്കും ലഗാനും ഇല്ലാതെ ഓടിച്ചു പോകാൻ ആർക്കും പറ്റും. കുത്തിനോടത്ത് കുത്തട്ടെ, തട്ടിനോടത്ത് തൊട്ടട്ടെ, മരിക്കണോലും മരിക്കട്ടെ, അങ്ങനെ ഓടിക്കാൻ ആർക്കും പറ്റും. ഏത് ഭ്രാന്തനും പറ്റും. ആരെയും തട്ടാതെ എവിടെയും മുട്ടാതെ കൊണ്ടുപോകുന്നതാണ് ആണത്വം. അതാണ് ശ്രേഷ്ഠത. അതിന് നമുക്ക് കഴിയണം. മക്കളെ എന്തിലും ഇടപെടും. പട്ടിനെ കാണുമ്പോൾ എറിയും, ക്രിക്കറ്റ് കാണുമ്പോൾ കളിക്കും, കള്ളുടി കാണുമ്പോൾ കുടിക്കും, ചീട്ടളിയുള്ളടത്ത് വാമ്പൊളിച്ചിരിക്കും. ഇങ്ങനെ മക്കളവിടുത്തെ എന്ത് പ്രയാസ? ഒരു പ്രയാസമില്ല. അഴിച്ചട വിട്ടാ മതി, പിന്നെ ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് വേണ്ടിടത്തു മാത്രം ഇടപെട്ട് വേണ്ടാത്തീനങ്ങളിൽ നിന്ന് കൃത്യമായി മാറി നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവിടെയും തട്ടാതെ മുട്ടാതെ ആർക്കും പരിക്കേൽപ്പിക്കാതെ ഒരു വസ്തുവും നശിപ്പിക്കാതെ ഡ്രൈവ് ചെയ്യാനാണ് പ്രയാസം. അതിനുള്ള പരിശീലനത്തിന് ആദ്യം തന്നെ ഈമാനുള്ള ഉമ്മനെ തിരഞ്ഞെടുക്കണം. ആ കഥയിലേക്ക് ഞാൻ കയറുന്നില്ല, കുറേ ടൈം അതിന് വേണ്ടി വരും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് മൊത്തം കാണാതെ പഠിയുമായിരുന്നു. എന്തേ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ചില ശിഷ്യന്മാർ. എന്നെ കൈക്കുഞ്ഞായ കാലത്ത് എൻ്റെ ഉമ്മ എനിക്ക് എപ്പോൾ പാല് തന്നിട്ടുണ്ടോ എല്ലാം ഒളു എടുത്തായിരുന്നു എന്നാണ് ഇമാം ശാഫി പറഞ്ഞ ഒരു മറുപടി റളിയല്ലാഹു അൻഹു. 7-ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. 9-ാം വയസ്സിൽ ഇമാം മാലിക് തങ്ങളുടെ തടിച്ച ഹദീസ് ഗ്രന്ഥം മുവത്വ മാലിക് കാണാതെ പഠിച്ചു. 14-ാം വയസ്സിൽ ബഗ്ദാദിന്റെ മുഫ്തിയായി, ഖാദിയായി. ഏത് ഖാദി? ഖാദിക്ക് വിവരം വേണ്ടാന്ന് തെളിയിക്കാൻ 2 യോഗം നടന്ന കേരളത്തിലാണ് ഞാനിത് പറയണത്. ഇത് അഖാദി അല്ല.
പിന്നെ ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും പൂർവീകരുടെ ഫത്വകളുടെയും ഒക്കെയുള്ള ഒരു മഹാസാഗരത്തിൽ നിന്ന് ഗവേഷണം നടത്തി മസ്അല പറഞ്ഞു കൊടുക്കുന്ന ഖാദി അൽ മുജ്തഹിദ് നമ്മുടെ കിതാബ് പറയുന്ന അത്തരായി ഖാദി 14-ാം വയസ്സ്. നമ്മുടെ കുട്ടികൾ ഏകദേശം ഇങ്ങനെ ഒരു 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം. എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? എനിക്ക് പാല് തന്നപ്പോഴൊക്കെ മുല തന്നപ്പോഴൊക്കെയും എൻ്റെ ഉമ്മ ഒളുവെടുത്തിരുന്നു. മാമന ജുവൈനി റളിയല്ലാഹുവിനെ കുറിച്ച് നമുക്കറിയാം. അവരെ തവസ്സുലാക്കി ദ്വാ ചെയ്താൽ ദ്വാക്ക് ഫലം കിട്ടുമെന്നാണ് പിൽക്കാല പണ്ഡിതന്മാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ഷാഫി ഫിഖിലെ പ്രധാന ഗ്രന്ഥം, ഷാഫി ഫിഖിലെ എല്ലാ ഗ്രന്ഥങ്ങളുടെയും അവലംബ ഗ്രന്ഥം നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തുൽ മദ്ഹബിൻ്റെ കർത്താവ്. അദ്ദേഹം ഒരു സംവാദത്തിൽ പതറിപ്പോയി. ശിഷ്യന്മാർ അനന്തരം ചോദിക്കുന്നുണ്ട്, അങ്ങല്ല ഞങ്ങൾക്ക് ആ കാര്യം പറഞ്ഞത്. പിന്നെ പ്രതിയോഗി ചോദിച്ചപ്പോൾ അങ്ങനെ ഉത്തരം കിട്ടാതെ പരിഭ്രമിച്ചു. എന്താ സംഭവിച്ചത് എന്ന് അവർ ചോദിക്കുമ്പോൾ ഇമാമുൽ ഹറമൈനി തൻ്റെ ചെറുപ്പക്കാലം ഓർത്തെടുക്കുന്നുണ്ട്. ഞാൻ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ പിതാവ് ഇമാം ജുവൈനി എങ്ങോട്ടോ യാത്രക്കൊരുങ്ങുകയാണ്. എനിക്ക് വിശന്ന് ഞാൻ കരഞ്ഞു. എൻ്റെ അമ്മ ഉപ്പാനെ യാത്ര അയച്ചിട്ടാവാം എനിക്ക് പാല് തരുന്നതെന്ന് വിചാരിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉപ്പാക്ക് വേണ്ട യാത്രാ സാമഗ്രികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് എൻ്റെ കരച്ചിൽ നിന്നു. ഇത് കേട്ട എൻ്റെ ഉമ്മ ഓടി വന്നു. നോക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ള ഒരു ഇത്താത്ത എനിക്ക് പാല് തരുമായിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ആ സാധു സ്ത്രീ വന്നിട്ട് പാല് കൊടുത്തതാണ്. എൻ്റെ ഉമ്മ അവരിൽ നിന്ന് എന്നെ വാരിയെടുത്തിട്ട് ഉപ്പയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഉപ്പൻ്റെ വായയിലേക്ക് വിരലുകൾ താഴ്ത്തിയിട്ട് ഛർദ്ദിപ്പിച്ചു എന്നെ. ആ പെണ്ണിനെ വിളിച്ചിട്ട് എൻ്റെ ഉപ്പ പറഞ്ഞു, മോളെ ഇനി നല്ല കുട്ടിയാണ്, നിസ്കരിക്കണോളാ, സത്യസന്ധയാണ്, ഒക്കെ റെഡി. പക്ഷേ നിന്റെ പുത്രൻ അവകാശപ്പെട്ട നിന്റെ പാല് എൻ്റെ കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ സമ്മതം വേണം. അതില്ലാതെ നീ നൽകിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇമാമുൽ ഹറമൈനി ആ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, അന്ന് എൻ്റെ ഉമ്മ എന്നെ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഗ്യാപ്പിൽ ആ പാല് കുറെ എൻ്റെ ശരീരം ആഗിരണം ചെയ്തിട്ടുണ്ടാകും. എൻ്റെ വാപ്പ എൻ്റെ വായയിൽ കൈയിട്ട് ഛർദ്ദിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറേ എണ്ണ അവിടെ ബാക്കിയുണ്ടാവും, കുറേ തുള്ളികൾ, കുറേ അംശങ്ങൾ. അതെൻ്റെ ശരീരത്തിൽ കയറിയതാണ്. ഈ അനർഘമായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ പഠിപ്പിച്ചെന്ന ആ വിവരമൊന്നും എനിക്ക് പറയാൻ കിട്ടാതെ ഞാൻ തോറ്റുപോയത്. അവിടെ മക്കളുടെ വായയിലേക്ക് വിശുദ്ധം മാത്രം പോകണം എന്നർത്ഥം. ഇതിന് പറ്റുന്ന ഉമ്മയാവണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വിശുദ്ധം മാത്രം നമ്മുടെ മക്കളുടെ വായയിലേക്ക് പോകണം. ഇത് പാർട്ട്ണറെ പറ്റിച്ച് അയാളൊന്ന് നാട്ടിൽ പോയി വന്നപ്പോഴേക്ക് രണ്ടുപേരും ഒന്നിച്ചു തുടങ്ങിയ ബക്കാല അറബിനെ സോപ്പിട്ട് കൂടുതൽ മാസാന്തം തരാമെന്നും പറഞ്ഞിട്ട് സ്വന്തമാക്കിയിരിക്കണ്. ഇയാൾ സാധു പിന്നെ അങ്ങനെ ചെല്ലി നോക്കുമ്പോൾ അയാളെ കടല്ല, ഇത് മറ്റവൻ്റെ സ്വന്തമാണ്. ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മക്കളെ വളർത്തിയാൽ ഉമ്മക്ക് ഗർഭമുണ്ടാവുന്ന മക്കൾ രൂപപ്പെടും. സങ്കല്പം പറഞ്ഞതല്ല, അങ്ങനത്തെ കുറേ സംഭവം നമ്മുടെ കേരളത്തിലുണ്ട്. ഇനി പെണ്ണെട്ടി കുഞ്ഞും മക്കളൊക്കെ ആയ ആളുകൾക്ക് അത് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മോന് പെണ്ണ് കെട്ടുമ്പോൾ, നമ്മുടെ മോളെ കെട്ടിക്കുമ്പോൾ ഇவ்விധത്തിലുള്ള ആളുകളെയാവാൻ നമ്മൾ തയ്യാറെടുക്കണം. കുറേ റീൽസ് ചെയ്തു എന്നുള്ളതല്ല മാനദണ്ഡം. റീൽസൊക്കെ വല്ലാത്തൊരു ചൊറയാണ് ഇപ്പോൾ. അത് പറഞ്ഞാൽ പുതിയ കാലത്താണോ നിങ്ങൾ ജീവിക്കണത് എന്ന്. അത് പറഞ്ഞാൽ എല്ലാവരും കൂടി കയറിയിട്ട് ഇങ്ങോട്ട് എയറിലാക്കാൻ പറ്റും. അത്തരം സന്ദർഭങ്ങളിൽ എർത്ത് ദുഃഖമാണുണ്ണി, ഏറല്ലേ സുഖപ്രദം എന്ന് പറയേണ്ടി വരും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഉംറക്ക് പോവുക, പോണ വഴിയിലൊക്കെ റീൽസ് ഉണ്ടാക്കുക. അതാ ഞങ്ങൾ പുറത്തിറങ്ങുന്നു, ഇതാ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വളച്ചിട്ട്, ഞങ്ങളിത് ഇറങ്ങാൻ പോണു, ഞങ്ങൾ പോണ കാറാണിത്, ഇങ്ങനെ എയർപോർട്ടിലെത്തുന്നു, ഞങ്ങൾ പോണ വിമാനത്തിൻ്റെ ഡോറാണിത്, ഞങ്ങൾ അമീർ ഉസ്താദാണ്, ഇത് ആളാകെ ആക്റ്റീവാണ്, ഞങ്ങളിതാ തവാഫ് ചെയ്തുകൊണ്ടിരിക്കണു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഇതാ അജറുൽ അസ്വദ് മുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ത് തേങ്ങാക്കൊലയ്ക്ക് പോകുന്നതാണ് ഈ ഉംറയ്ക്ക്? എന്തിനു പോണതാണ് ഈ ഉംറയ്ക്ക്? എല്ലാം റീൽസ്. കുട്ടി വിസർജിക്കുന്നതും വല്യമ്മ കഴുകി കൊടുക്കുന്നതും റീൽസ്. ഒരു സഹോദരി കാമുകനെ മൊബൈൽ ഏൽപ്പിച്ച് ട്രെയിനിൻ്റെ വാതിൽക്കൽ പോയി
ട്രെയിനിൻ്റെ വാതിലൊക്കെ ഇറങ്ങുമ്പോൾ പിടിക്കാനുള്ള 2 കമ്പിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു നിന്ന് റീൽസ് ഉണ്ടാക്കുന്നുണ്ട്. പുറത്തേക്ക് ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട് റീൽസ് ഉണ്ടാക്കുകയാണ്. കാമുകൻ അപ്പുറത്തെ ഡോറിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവളെ കൃത്യമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ റീൽസ് ഉണ്ടാക്കുകയാണ് എന്നുള്ളതോ ഇത് യൂട്യൂബിലൊക്കെ ഇട്ട് ഇത് ഇൻസ്റ്റയിലൊക്കെ കൊടുത്തിട്ട് ഭയങ്കരമായി ആസ്വദിക്കാനുള്ളതാണ് എന്നൊന്നും ഈ റെയിൽവേയിൽ നിൽക്കണ കമ്പിക്കറിയില്ലായിരുന്നു. ആ പെണ്ണിൻ്റെ തല കമ്പിയിലിടിക്കണ്, കമ്പിയിലിടിച്ചിട്ട് തല പൊട്ടിക്കുന്നുണ്ട്, ബ്ലഡ് വീണതും അവളിങ്ങനെ ഊർന്ന് പുറത്തേക്ക് വീണതും വരെ റീൽസിൽ പെട്ടുപോകുന്നു. എത്ര ആളുകൾ ഫോട്ടോ എടുക്കാൻ ഏൽപ്പിക്കുക, എന്നിട്ട് സാഹസം കാണിക്കുക. അവർ കാണിക്കലും വിഴിയലും അവരുടേതായ കാര്യം, എനിക്കതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏതും റീൽസ് ആവണം, ഏതും ഇങ്ങനെ കണ്ടാഘോഷിക്കാൻ സമൂഹത്തിന് സമർപ്പിക്കണം. ഒരു നിക്കാബിട്ടാൽ എന്തുമായി, പിന്നെ വലിയ സംഭവമായിട്ട് പുറത്തിറങ്ങാം. ഒരു തൊപ്പിട്ടാൽ എന്തുമായി, മദീനയുടെ സ്നേഹികൾ എന്നൊക്കെ ഒന്ന് പേരിട്ടാൽ ഏത് വാട്സാപ്പ് ഗ്രൂപ്പും ശരിയായി. മദീനയുടെ പ്രണയികൾ അങ്ങനെ ഒരു പേരിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി ആണിനും പെണ്ണിനൊക്കെ കയറി മേയ, ആർക്കും പാട്ടിടാം, ആർക്കും റീൽസ് ഇടാം, ഏത് തോന്നിയാസവും പറ്റും. ഇത്തരം തെറ്റിദ്ധാരണകളിൽ നിന്ന് നമ്മൾ മാറണം. ദീനുള്ള പെണ്ണിനെ കെട്ടി വിജയം നേടണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ മുതൽ നമ്മൾ തുടങ്ങണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരാൾ വരുന്നുണ്ട്. ഈ ചെക്കൻ ഞാൻ പറയണതൊന്നും കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട്, എൻ്റെ മോനാ ഞാൻ പറയണതൊന്നും കേൾക്കണില്ല. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ കുട്ടിയെ ഉപദേശിക്കാൻ വേണ്ടി അടുത്തിരുത്തി, എന്താ മോനെ, ഉമ്മനോട് ബാധ്യതല്ലേ, ഉപ്പനോട് ബാധ്യതല്ലേ? ഈ കുട്ടി ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മാതാവിനും പിതാവിനും എന്നോടും വല്ല ബാധ്യതയുണ്ടോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ കുട്ടിയുടെ ചോദ്യത്തിൽ കൗതുകം പൂണ്ട് പറഞ്ഞു, അതേ മോനെ ഉണ്ട്. എന്തൊക്കെയാണതൊന്ന് പറയാമോ? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല ദീനിയായ ഉമ്മനെ തെരഞ്ഞെടുക്കണം. കല്യാണം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വാപ്പ ചെയ്യേണ്ട നിനക്ക് വേണ്ടിയുള്ളൊരു ബാധ്യതയാണ് നല്ല ദീനിയായ ഉമ്മനെ തെരഞ്ഞെടുക്കണം. രണ്ടാമതായി നിനക്ക് നല്ല പേരിടണം. മൂന്നാമതായി ഖുർആനും ഹദീസും പഠിപ്പിക്കണം. ഈ കുട്ടി മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയാണ്, എൻ്റെ ഉപ്പ ഈ 3 പാലിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ ഒരു മജൂസിയാണ്, അഗ്നിയെ ആരാധിക്കുന്നയാളാണ്. എനിക്കവർ മുടന്തെന്നുള്ള പേരാട്ടത്, നല്ല പേരിട്ടില്ല. മൂന്നാമതായി ഖുർആനും ഹദീസും പോയിട്ട് എനിക്ക് നേരാവണ്ണം ഒരു വിജ്ഞാനവും ഇവർ പഠിപ്പിച്ചു തന്നിട്ടില്ല. മജൂസിയാവുന്ന എൻ്റെ ഉമ്മ എങ്ങനെ എന്നെ ഖുർആൻ പഠിപ്പിക്കുക? കുട്ടിയെ ഉപദേശിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കുട്ടിയെ മാറ്റിയിട്ട് വാപ്പനെ ഉപദേശിക്കേണ്ടി വന്നു എന്ന്. വാപ്പനെ ഉപദേശിക്കേണ്ടി വന്നു എന്ന്. കാര്യം വാപ്പ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. ഞാനീ പറഞ്ഞതും അല്ലാത്തതുമായ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ നാടിൽ വ്യാപകമാണിപ്പോൾ. കൂടുതൽ ലൈംഗിക പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങളാണ് എന്നുള്ളത് നമ്മൾ അറിയണം. കൂടുതൽ ലൈംഗിക പീഡനങ്ങളും ഏകദേശം 60% ലൈംഗിക പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങളാണ്. ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടിയെ ഈയിടെ ഒരു അമ്മ വലിച്ചെറിഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അവസാനം വന്ന് നോക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ അനുജൻ തന്നെയും ഏകദേശം 2 വർഷം മുന്നേ മുതൽ ആ കുട്ടിക്ക് 2 വയസ്സായ ഇടം മുതൽ ആ കുട്ടിയെ സെക്സ് രംഗത്ത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കത് കേൾക്കുമ്പോൾ അറപ്പ് തോന്നും, സങ്കടം തോന്നും, വിഷമം തോന്നും. പക്ഷെ അത് സംഭവമാണ്. അങ്ങനെ കുറേ ടീമുണ്ട്. LGBTQIA+ എന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. പ്ലസ്സാണത്, നോട്ട് ഔട്ട്. ഇനി അതിൽ വരാനുള്ളൊരു സാധനമാണ് പീഡോഫീലിയ. ഇത്തരം കുഞ്ഞുമക്കളെ പീഡിപ്പിച്ച് അതിൽ നിന്ന് ആനന്ദം കണ്ടെടുത്തുന്ന വൃത്തികെട്ടന്മാർ. ഈ കുട്ടി മരണപ്പെട്ടിട്ട് ആ കുട്ടിയുടെ മയ്യത്ത് കിട്ടിയിട്ട് ആ കുട്ടിയുടെ നെഞ്ചത്തൊക്കെ വീണ് കരയണ ആ ഒരു ചെറിയച്ഛനെ കുറിച്ച് എല്ലാവരും വല്ലാതെ സങ്കടത്തോടെ ഓർത്തിരുന്നു. പിന്നീടാണ് അവസാനമാണ് ഈ കുട്ടിയുടെ മറ്റു കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നപ്പോഴാണ് നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നത് അറിയണത്.
ആ അന്വേഷണമാണ് കുട്ടി മരിച്ചിട്ട് വല്ലാതെ കരഞ്ഞ് ബേജാറ് കാണിച്ച ചെറിയച്ഛനിലേക്ക് എത്തുന്നത്. ഒരു ചെറിയച്ഛൻ്റെ കഥയല്ല ഇത്, അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും കഥ, ജ്യേഷ്ഠന്മാരുടെയും അമ്മാവന്മാരുടെയും കഥ, എന്തിനധികം സ്വന്തം ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിൻ്റെ പോലും കഥ. അതുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന സെക്സൽ ഹറാസ്മെന്റിൽ നല്ലൊരു ശതമാനം, 60% ഗാർഹിക പീഡനങ്ങളാണ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. എന്തുകൊണ്ടാണ് മനുഷ്യൻ മൃഗമായിക്കൊണ്ടിരിക്കുന്നത്? ആത്മീയ ബോധം വേണം, അതില്ലാതെയാകുമ്പോൾ മനുഷ്യൻ മൃഗാവും. ഈ ആത്മീയ ബോധം ഇല്ലാതെയാക്കാനുള്ള നിരവധിയായ സംവിധാനങ്ങളുണ്ട്. സിനിമകൾ, സീരിയലുകൾ, നാടകങ്ങൾ, റീൽസുകൾ, ഇൻസ്റ്റകൾ. ഈ ഇൻസ്റ്റ എന്ന് പറയുന്ന സാധനമൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്? നമ്മളതിൻ്റെ ആത്മീയ വശം മാറ്റി വെക്കുക. 2-3 മണിക്കൂർ ദിവസം മൊബൈൽ ഫോണിൽ ചെലവഴിക്കുമ്പോൾ അവരുടെ പഠനം എത്ര നഷ്ടപ്പെടുന്നുണ്ട്? ആരോഗ്യം. ഒരു ജോലിക്കാരനാണെങ്കിൽ, ഒരു കടക്കാരനാണെങ്കിൽ, ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അവൻ്റെ ആ ജോലിയിൽ ഉണ്ടാവേണ്ട എത്ര പുരോഗതി ഇതുകൊണ്ട് തടസ്സമാവുന്നുണ്ട്. അതിൻ്റെ ആഹ്റം മാറ്റിയേക്കാം നമുക്ക്. കണ്ടങ്ങനെ പോവുക. 7 മണിക്കൂർ ദിവസവും ചെലവാക്കുന്നവർ പോലും അതിലുണ്ട് എന്നാണ് ചില പഠനങ്ങൾ. ഡെയിലി 7 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുക, പിന്നെയും കണ്ടുകൊണ്ടിരിക്കുക. പിന്നെയും കണ്ടുകൊണ്ടേയിരിക്കുക. ഇതല്ല ലോകമെന്നും ഇതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലോകം വരാനുണ്ടെന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരണം. അതിനാണ് മദ്രസ. ഞാൻ വല്ലാതെ ഏറിപ്പിക്കല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മദ്രസയിൽ 10 വരെയൊക്കെ പോയി, പക്ഷെ ഓൻ്റെ കയ്യിൽ ദീനൊന്നുമില്ല. അങ്ങനെ ഒരു കേസുണ്ട്. വല്ലാതെ മദ്രസയിൽ 10 വരെ പോയി, പക്ഷെ അവനും വലിയ ദീനൊന്നുമില്ല. ഓനാ പിന്നെ കഞ്ചാവിൻ്റെ ആള്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ മദ്രസയിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ കഷ്ടിച്ച് കിട്ടണം 1.25 മണിക്കൂർ. ഈ 1.25 മണിക്കൂറിനിടക്ക് നിരവധിയായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തന്നെ ധാരാളം നമ്മുടെ ഉസ്താദുമാർക്കുണ്ട്. ഇതിനിടയിൽ ഓരോന്നും പരിശീലിപ്പിച്ച് കൊണ്ടുവരാന്നുള്ളത് പ്രായോഗികമായി പല വിധത്തിൽ ബുദ്ധിമുട്ടാണ്. പല വിധത്തിൽ എന്ന് പറയാൻ കാരണം, കുട്ടികളൊന്ന് ഗൗരവത്തിൽ ശാസിക്കാൻ പോലും അവർക്ക് പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖുറാന്റെ മഖ്റജ്, ഇതൊക്കെ പഠിപ്പിക്കാൻ ധാരാളം സമയം വേണ്ടി വരും. ഈ കുട്ടി 1 മണിക്കൂർ കഴിഞ്ഞാൽ 23 മണിക്കൂറും ഉസ്താദിന്റെ ശ്രദ്ധയിലല്ല, പുറം ലോകത്താണ്, സ്കൂളിലാണ്, വീട്ടിലാണ്, കളിക്കളങ്ങളിലാണ്. മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അപ്പടി പ്രയോഗിക്കാൻ പറ്റും വിധം നമ്മുടെ വീടിൻ്റെ സാഹചര്യം മാറ്റണില്ലെങ്കിൽ പരീക്ഷയിൽ ടോപ്പ് മാർക്ക് നേടി വിജയിച്ച കുട്ടിയെപ്പോലും ദീനിൻ്റെ പരിസരത്ത് കാണാൻ പറ്റാതെ വരും. അങ്ങനെ കുറേ സംഭവിക്കുന്നുണ്ട്. എത്ര മനോഹരമായി ഖുർആൻ ഓതും മദ്രസ കാലത്ത് നമ്മുടെ മക്കൾ. എന്നിട്ട് മദ്രസൊക്കെ നിർത്തി ഏകദേശം ഒരു 18-20 വയസ്സായ കുറേ ആളുകൾ നമ്മൾ ഇതിൽ കാണുന്നുണ്ടല്ലോ. അവരെ കൊണ്ടൊന്ന് ഖുർആൻ ഓതിപ്പിച്ചു നോക്കും. ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും ഏറ്റവും നല്ല ഒത്തുകാരനായതുകൊണ്ട് റബീഉൽ അവ്വലിൻ്റെ വലിയ പരിപാടിയിൽ 1ാമതായി ഖുർആൻ ഓതിയ ആൾ. അത് കണ്ട് കണ്ണിൽ നിന്ന് നീര് വന്നിട്ടുണ്ടാവും. ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ സന്തോഷം കൊണ്ട്. ആ കുട്ടി മദ്രസ നിർത്തിയിട്ട് ഒരു 2 വർഷം കഴിയുമ്പോഴേക്ക്, വേണ്ട 1 വർഷം കഴിയുമ്പോഴേക്ക് ഖുർആൻ ഓതാൻ പോലും പറ്റാതെ ഇങ്ങനെ തപ്പിത്തടയുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഉസ്താദിന് എന്ത് ചെയ്യാൻ പറ്റും? ഉസ്താദിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉസ്താദിന്റെ ബാധ്യത തീർത്തു. മഖ്റജൊക്കെ കൃത്യമായി പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ച മഖ്റജ് ജീവിതത്തിൽ തീരെ വരാത്തത് കൊണ്ടാണ് പിന്നെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ക്ലച്ചൊക്കെ ചവിട്ടി ഫസ്റ്റ് കിട്ട് മെല്ലെ ചാടിക്കേണ്ടി വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ളയാണ്, അബ്ദുള്ള അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അസീസാണ്, അസീസ് അല്ല. അപ്പൊ ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗം വരുമ്പോൾ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് പറയുമ്പോൾ അബ്ദാണ് അവൻ്റെ മനസ്സിലുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞെക്കി പിടിച്ചുണ്ടാക്കണം. അല്ലാഹു അസീസ് എന്ന് പറയുമ്പോൾ അസീസ് അല്ല, അസീസാണ് അവൻ്റെക്കുള്ളത്. ഫോൺ വിളിക്കുമ്പോൾ പോലും എന്നാ ശരി എന്ന് പറഞ്ഞിട്ടല്ലേ ഫോൺ വെക്കല്ല. ആലോചിച്ച് നോക്കൂ. ഈ ഷായുടെ മഖ്റജ് പഠിക്കാൻ ഈ കുട്ടിയെ എത്ര ഭംഗിയായാണ് ഉസ്താദ് തയ്യാറാക്കിയത്. വേറെ ഏതെങ്കിലും സമുദായത്തിലെ കുട്ടിക്ക് അങ്ങനെ ഒരു കോച്ചിങ് കിട്ടുന്നുണ്ടോ? ഒരു ഹൈന്ദവ കുട്ടിക്ക്, ഒരു ക്രൈസ്തവ കുട്ടിക്ക് ഇല്ല.
അവർക്കൊക്കെ ഭാഷയും ഭാഷയുടെ അക്ഷരം മൊഴിയേണ്ട സ്ഥാനങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ കലാമണ്ഡലത്തിൽ പോയിട്ട് ഡിഗ്രിക്ക് ചേരേണ്ടി വരും. നേരെ മറിച്ച് ഈ സൊസൈറ്റിയിലെ ഓരോ കുട്ടിയും 1-ാം ക്ലാസ് മുതൽ ഷാ പഠിക്കുന്നു, ഖ പഠിക്കുന്നു, എല്ലാം പഠിക്കണം. പക്ഷെ എൻ്റെ പ്രയോഗത്തിലേക്ക് എത്തൂല. അതുകൊണ്ട് എന്നാ ശരി എന്ന് പറയും, എന്താ അഹമ്മദേ എന്ന് പറയും. ഇത് മാത്രമല്ല, നിസ്കാരം പഠിക്കുന്നു. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാൽ മുന്നിൽ വെക്കണം എന്നും ഇറങ്ങുമ്പോൾ വലതുകാൽ മുന്നിൽ വെക്കണം എന്ന് പഠിക്കുന്നു. ബാത്റൂമിലേക്ക് കയറുമ്പോൾ തല മറക്കണം എന്നുള്ളത് പഠിക്കുന്നു. കയറുമ്പോൾ എന്നെ ചൊല്ലണം, ഇറങ്ങുമ്പോൾ എന്നെ ചൊല്ലണം, ശേഷം എന്നത് പ്രാർത്ഥിക്കണം, ഇതെല്ലാം പഠിക്കുന്നു. ഇടതുവശത്തേക്ക് ഇത്തിരി ഇങ്ങനെ ചാരിയിരിക്കണം. ഇടതുവശത്തേക്ക് ചാരിയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഈ പന വീണ് കിടക്കണ പോലെ, ഓട്ടോറിക്ഷ നന്നാക്കാൻ വെച്ച പോലെ ഒന്നും നിൽക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം അതിനൊക്കെ ഇങ്ങനെ പിന്നെ വിമർശിക്കാൻ വരും ഓരോരുത്തർ. നമ്മളുടെ ആ ഊന്നൽ ആ വശത്തേക്ക് നിൽക്കണം എന്നാണ് പറയണത്. എൻ്റെ സയൻസ് ഒന്നും തൽക്കാലം ഞാൻ വിശദീകരിക്കണില്ല. ഇത് പഠിച്ച കുട്ടി പിന്നെ എങ്ങനെയെങ്കിലും ഇരിക്കണം, നമ്മളത് ശ്രദ്ധിക്കണേ ഇല്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുതിയണ്ണ് പോവുകയാണെങ്കിലും ഹജ്ജിന് പോവുകയാണെങ്കിലും ഇടതുകാലാണ് മുന്നിൽ വെക്കേണ്ടത്. അത് നോക്കി എത്ര മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ടാവും. ഉസ്താദുമാരെ ഞാൻ മാറ്റി വെക്കാം. വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാല് വെക്കണം. അത് നോക്കി പരിശീലിപ്പിച്ച് എത്ര ഉണ്ടാവും. മാതാപിതാക്കൾ മാതൃകായോഗ്യരാവണം. അവരെ കണ്ട് കുട്ടികൾ ദീനീ പാഠങ്ങൾ അഭ്യസിക്കണം. മദ്രസിൽ നിന്ന് എന്തൊക്കെ പഠിക്കുന്നോ അത് പ്രയോഗിക്കാൻ പറ്റുന്ന വിധം നമ്മുടെ വീട്ടിലെ സാഹചര്യത്തെ മാറ്റിയെടുക്കണം. ഉസ്താദ് പറഞ്ഞെടുത്തിട്ട് സിനിമ ഇനി ഒരിക്കലും കാണൂല എന്നും തീരുമാനിച്ചൊരു കുട്ടി വരികയാണ്. സിനിമ എന്തുകൊണ്ട് കണ്ടൂടാ, അതൊന്നും ഇപ്പൊ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. സിനിമ കാണൂല എന്ന് തീരുമാനിച്ചൊരു കുട്ടി ഇങ്ങനെ ഓളെ മുസാഫും പിടിച്ചു വരികയാണ്. അവള് വീട്ടിലെത്തുമ്പോ ഒരു ചുമരിനോളം പോന്ന TV-യിൽ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് എത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റും? ആ ആൺകുട്ടിക്ക് എത്ര മേൽ മാറി നിൽക്കാൻ പറ്റും? ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് അവനും എല്ലാം വന്നിട്ട് അവിടെ ഇരിക്കും. അല്ലാതെ അവൻ ആ ഒരു പ്രലോഭനത്തെ അതിജയിക്കാൻ കഴിയില്ല. ഉസ്താദ് പറഞ്ഞത് അവൻ്റെ മനസ്സിലുണ്ട്. കുറ്റബോധത്തോടുകൂടെ അവൻ അവിടെ ഇരിക്കും. ഈ ഒന്നിച്ച് കുടുംബമൊക്കെ സിനിമ കാണുകയാണ് എങ്കിൽ ഈ മാതാവിൻ്റെയും മക്കളുടെയും പിതാവിൻ്റെയും മക്കളുടെയും ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും അനുജത്തിയുടെയൊക്കെ ഇടയിൽ നിർബന്ധമായും പാലിക്കപ്പെടേണ്ട ചില അതിർത്തികളുണ്ട്, ചില മറകളുണ്ട്. അതൊക്കെ പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് കൗൺസിലിന് വിളിച്ച ഡോക്ടറോട് സാറേ പ്രലോഭിതനായി പോയി എന്ന് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞു പറഞ്ഞത്. എന്തേ കാര്യം? അവൻ്റെ സഹോദരി അനുജത്തിക്ക് അവൻ മുഖേന ഗർഭമുണ്ടായി, അവൻ വഴി ഗർഭമുണ്ടായി. അവസാനം അത് അബോർഷൻ ചെയ്യാൻ പോയപ്പോഴാണ്, അത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഈ കൗൺസിലിങ്ങിലേക്ക് എത്തുന്നത്. അതിൻ്റെ ബാക്കിയൊന്നും ഞാൻ പറയണില്ല തൽക്കാലം. ഡോക്ടറോട് ഈ കുട്ടി പറഞ്ഞ കഥ എന്താ? അന്ന് മമ്മി വീട്ടിലില്ലായിരുന്നു, പപ്പ വീട്ടിലില്ലായിരുന്നു, ഞാനും എൻ്റെ സഹോദരിയും മാത്രം. ഞങ്ങളങ്ങനെ സിനിമ കാണുമായിരുന്നു. ഞാൻ ധരിച്ചത് ഒരു ബർമൂഡ, കുറച്ച് നീളം ട്രൗസർ. അവളിട്ടതോ ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും ഒരു ട്രൗസറും. ഡോക്ടറോട് പറയാണ്, സാറേ ഞാൻ പ്രലോഭിതനായി പോയി, സിനിമയിൽ ഇങ്ങനെ കാണുകയാണ്, അതും ഇതുമൊക്കെ തോന്നിയാസം. സഹോദരിയാണെന്നുള്ള ബോധത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയി. മൊബൈൽ ഫോണൊക്കെ എല്ലാവർക്കും ഓരോന്നുണ്ടാവും, എല്ലാത്തിലും നെറ്റ് കണക്ഷനും ഉണ്ടാകും. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു കൊട്ടയിൽ വാങ്ങിയിടാൻ നമുക്ക് പറ്റണം. അത്ര വലിയ സ്ഥാപനം നടത്തുന്നവരൊന്നുമല്ല അവർ. ഫോൺ വന്നാൽ മിസ്സായാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഒന്നും ഉണ്ടാവില്ല. നെറ്റ് കണക്ഷനുള്ള ഒരൊറ്റ സാധനവും, അത് മൊബൈലാവട്ടെ, ടാബാവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, സ്വകാര്യമായ റൂമിലേക്ക് കൊണ്ടുപോകാൻ പോലും സമ്മതിക്കാൻ പാടില്ല. അതിനൊക്കെ ഒരു കൺട്രോൾ വേണം. അതാണ് ഉമ്മ, അതാണ് വാപ്പ. അല്ലാതെ പെറ്റിട്ടവൾ ഉമ്മ എന്നുള്ളതല്ല, ജന്മം നൽകിയവൻ പിതാവ് എന്നുള്ളതല്ല. എല്ലാവരുടേതും ഉമ്മാന്റെ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മാന്റെ ഫോണിൽ നിന്ന് ഏതോ കിച്ചൺ കാണാണ് ബിരിയാണി വെക്കാൻ വേണ്ടി. ഇതുവരെ പലവട്ടം ബിരിയാണി വെച്ചതാ മുപ്പത്തി. പക്ഷെ ഇനി ബിരിയാണി വെക്കണമെങ്കിൽ 1 മണിക്കൂർ ഏതെങ്കിലും ഒരു കിച്ചൺ കാണണം എന്ന് കരുതി കാണുമ്പോൾ മക്കളോട് അത് എടുത്തേക്കടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രയോഗരംഗത്ത് വിജയിക്കില്ല. ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് എടുത്തു വെക്കണം. എന്നിട്ടൊരു രാവിലെ 8 മണിയൊക്കെ ശേഷം കൊടുത്താൽ മതി അത്യാവശ്യമുള്ള ആളുകൾക്കൊക്കെ. നെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടർ ചിലപ്പോൾ കുട്ടികളുടെ പഠനാവശ്യാർത്ഥം വേണ്ടി വരും. അത് നമ്മുടെ ഡൈനിങ് ഹാളിൽ സംവിധാനിക്കണം, സ്വകാര്യ റൂമിലാവരുത്. ലൈറ്റ് അണച്ചിട്ടത് ഉപയോഗിക്കാൻ സമ്മതിക്കരുത്. വാതിലടച്ച് കുറ്റിയിട്ടിട്ടോ വാതിലടച്ചിട്ടോ ആ സാധനം തുറക്കാൻ പോലും അനുവദിക്കരുത്.
അത്രമേൽ വൃത്തികേടുകളാണത്. ടീച്ചറെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഒരു മോൾ, നമ്മുടെ ഒരു മോൻ കമ്പ്യൂട്ടർ തുറക്കുന്നു, ഗൂഗിളിൽ കയറുന്നു, ടീച്ചർ നടിക്കുന്നു. ടീച്ചർ എന്നുള്ളത് വന്ന ഉടനെ പിന്നെ വരുന്നത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് ലോ എന്നായിരിക്കും. അടുത്ത അതായിരിക്കും. സ്വാഭാവികമായും അതിലൊന്ന് ടച്ച് ചെയ്യും. പിന്നെ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വരുന്ന ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് സെക്സ് എന്നായിരിക്കും. അങ്ങനെ കയറി പോകും. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആങ്ങളെ എന്നുള്ള ബോധത്തിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ മക്കൾ നമ്മുടേതാവാനാണ് ഞാനീ പറയണത്. എന്ത് സൗകര്യമൊക്കെ കൊടുക്കണ്ടേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അവരാവശ്യപ്പെടുന്നതെല്ലാം ചെയ്യലല്ല വാത്സല്യം. അവരോട് സ്നേഹാർദ്രമായി ഇടപെടലാണ്, തിരുത്തലാണ്, എല്ലാ നന്മയും പരിശീലിപ്പിക്കലാണ്. ഇത് തിന്മയാണ്, ശരിയല്ലെന്ന് പറയലാണ്. ഞങ്ങളെല്ലാവരും പിള്ളേർ ചേർന്ന് ടൂർ പോകുകയാണ് ഊട്ടിയിലേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്പം ഗൾഫിൽ നിന്ന് അടുത്ത ആഴ്ച വരും, നമുക്ക് എല്ലാവർക്കും ഫാമിലി ട്രിപ്പ് പോകാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവാണ് വാത്സല്യം. എന്താ ഇപ്പോൾ ഊട്ടിയിൽ കാണാനുള്ളത്? ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഊട്ടി, കൊടൈക്കനാൽ, അനന്തൊക്കെ സാധനം കണ്ട അതൊന്നും ഞാൻ അതുവരെ കണ്ടിട്ടില്ല. എന്താ അവിടെ ഉള്ളത്? കുറേ മഴ, അങ്ങനെ മഞ്ഞ് മൂടിക്കണ മലകളാണല്ലോ, ഒരു പഴയ ട്രെയിൻ ഉണ്ടല്ലോ, പിന്നെ നല്ല തണുപ്പുണ്ട് അത്ര. ഓക്കെ, ഇതിങ്ങനെ കുറേ കാണാൻ പോകണം. പലരും പോണത് എന്തിനാ അറിയോ? മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അവിടെ, മാന്ത്രിക കൂൺ. ഊട്ടിയിലെ കാട്ടിൻ്റെ ഉള്ളിൽ ചില പ്രത്യേക മരങ്ങൾ വീണ് ദ്രവിക്കുമ്പോൾ അതിൽ പൊന്തുന്ന ഒരു സാധനം. നല്ല തണുപ്പ് കാലത്ത്, തണുപ്പുള്ളിടത്ത് അത് ലഹരിയായിട്ട് വർക്ക് ചെയ്യും. ഈ സാധനം ഒരു പേക്ക് മേടിക്കാൻ കിട്ടും നല്ല കാശ് കൊടുത്തിട്ട്. എന്നിട്ട് ഊട്ടിയുടെ തണുപ്പും ഹോട്ടലിൽ വന്ന് ശക്തമായി AC ഇട്ട തണുപ്പും അങ്ങനെ വറങ്ങലിച്ച് നിൽക്കുമ്പോൾ അത് കടിച്ചു മുറിച്ച് തിന്നുവർ. പിന്നെ 24 മണിക്കൂർ ലഹരിയുടെ ലോകത്താണ്. അത് ഊട്ടിയിലേക്ക് ഇട്ടു, ഊട്ടിയിൽ നിന്നേ ഉപയോഗിക്കാൻ പറ്റൂ. ഒരു 6 ദിവസം സ്കൂളിൽ നിന്നുള്ള ടൂറ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്തൊക്കെയോ കഴിയണ്, ഞാനത് വിശദീകരിക്കണില്ല. എന്തൊക്കെയോ ദുശ്ശീലങ്ങൾ, സ്മോക്കിംഗ് മുതൽ ഡ്രിങ്ക് വരെ ശീലമാകുന്നു, ഞാൻ അതും വിശദീകരിക്കണില്ല. ഉറപ്പായിട്ടും 5 ദിവസത്തെ 5 വക്ത് നിസ്കാരവും ഒഴിവാക്കുന്നു. അതിൽ തർക്കമില്ലല്ലോ. അപ്പൊ കുട്ടി ടൂറിന് വേണം, ഇപ്പം എനിക്ക് 5000 റുപ്യ വേണം എന്ന് പറയുമ്പോൾ 5000 കൊണ്ട് ഇപ്പം എന്താ, ഇതൊരു 10000 കൊണ്ടേക്കോന്ന് പറയാലല്ല വാത്സല്യം. ആ ടൂറ് പോണ്ട. നമ്മളെ വലിയ കാക്ക വരുന്നുണ്ട് ഗൾഫിൽ നിന്ന് ഈ പെരുന്നാൾക്ക് അല്ലെങ്കിൽ അടുത്ത ഇന്ന ദിവസത്തിന്, നമുക്ക് എല്ലാവർക്കും കൂടെ വലിയൊരു ട്രാവലർ പിടിച്ചിട്ട് അങ്ങോട്ട് ഊട്ടിക്ക് പോവാം. എന്നാൽ പള്ളി കണ്ണടുത്ത് ഇറങ്ങിയിട്ട് നിസ്കരിക്കാം, കള്ള് പൊട്ടിക്കാതിരിക്കാം, കൂത്താടാതിരിക്കാം, MDMA പരിശീലിക്കാതിരിക്കാം. ഈ നിയന്ത്രണത്തിൻ്റെ കൂടെ പേരാണ് വാത്സല്യം. ഈ പറഞ്ഞതൊക്കെ ചെയ്തു കൊടുക്കലല്ല വാത്സല്യം. അങ്ങനെ കുട്ടികളെ നമ്മുടേതായിട്ട് വളർത്തണം. ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ട് പെൺകുട്ടി ഉണരണം. ഉമ്മയുടെ ഏറ്റവും നല്ല സുഹൃത്ത് തൻ്റെ സ്വന്തം മോളായി മാറണം. ഉപ്പയുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ സ്വന്തം മോനാവണം. എന്തെല്ലാം സങ്കടം ഉണ്ടെങ്കിലും ഉമ്മനോട് ഉപ്പനോട് തുറന്നു പറയാൻ കഴിയണം. ഏതോ ഒരുത്തൻ എൻ്റെ പിറകെ ചൂളടിച്ച് വിളിച്ച് എന്നെ ഇങ്ങനെ സോപ്പിടാൻ വേണ്ടി വരുന്നു എന്നുള്ളത് കുട്ടി പറയേണ്ടത് സ്വന്തം ഉമ്മയോടാകണം. കൂട്ടുകാരത്തിനോട് പറഞ്ഞാൽ നിൻ്റെ ഒരു ഭാഗ്യം, അതായിരിക്കും ചിലപ്പോൾ പറയാം. പാട്ടാൻ ലക്കി ഗേൾ എന്ന് പറയോ, എന്തൊരു ഭാഗ്യമുള്ള പെൺകുട്ടി എന്ന് പറയും. ആലോചിക്കും നിങ്ങള്. നേരെ വെച്ച് ഉമ്മനോട് പറയണം. അപ്പൊ ഉമ്മക്കത് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പറ്റും. വാപ്പനെ അറിയിക്കേണ്ട കേസ് അറിയിക്കണം, അമ്മാവനെ അറിയിക്കേണ്ടത് അറിയിച്ചിരിക്കണം, ഉപദേശിക്കേണ്ടയിടത്ത് ഉപദേശം വേണം, പള്ളിയിലെ ഖത്തീബ് ഉസ്താദിനെ അറിയിക്കേണ്ടത് അറിയിച്ചിരിക്കണം. നേരെ കുറച്ച് കൂട്ടുകാരത്തിനോട് പറഞ്ഞാലോ, എൻ്റെ ഭാഗ്യടി, ഞാനൊക്കെ എത്ര കാലമായി ഒരു അഫയർ ഇല്ലാതെ അങ്ങനെ നടക്കണത്. ഒരു അഫയർ ഇല്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? അച്ചാറിൻ്റെ പരസ്യം പോലെ ആയിരിക്കും. പിന്നെന്ത് ജീവിതം എന്നാവും? എടി ഓൺ ഇന്നെങ്ങനെ ജ്യൂസ് കുടിക്കാൻ വിളിക്കുകയാണ്, എന്താ പൊട്ടത്തി വേഗം പോണ്ടേന്ന് ചോദിക്കും കൂട്ടുകാരത്തികളെല്ലാവരും കൂടെ. ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുമോനി സാബിറ എന്നുള്ള പാട്ടും വെച്ചു കൊടുക്കും. പിന്നെ ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ ഹോട്ടലിൽ റൂം എടുക്കാൻ പറയുന്നുണ്ട്. വേഗം എടുത്താളടി എന്ന് പറയും. ഒരൊറ്റ പ്രാവശ്യം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, എന്നെ കേൾക്കുന്നവരുണ്ട്, എന്നെ കേൾക്കുന്ന യുവതികളെ, എന്നെ കേൾക്കുന്ന ഭർത്തൃമതികളെ, ആക്ഷേപിക്കാൻ പറയണതല്ല. നമ്മുടെ പിറകെ ആരെങ്കിലും നടക്കുന്നുണ്ടോ? ആണാണെങ്കിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളുടെ ശരീരമായിരിക്കും. ഡോക്ടർ മാത്യു വല്ലൂരിൻ്റെ പുസ്തകം വായിക്കും.
ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകം വായിക്കുക. ശരീരം ആഗ്രഹിച്ച പിറകെ കൂടുന്നത് മൊത്തം. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്നിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ആ ചേവായൂർ ഭാഗത്തുനിന്ന് ഒരു വലിയ വേശ്യാകേന്ദ്രത്തിൽ റെയ്ഡ് നടത്തിയിട്ട് കുറേ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ 2-3 ദിവസമായിട്ട് നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട്. നല്ല നല്ല തറവാട്ടിലെ പെണ്ണുങ്ങളാണത്രേ, നല്ല നല്ല സമ്പന്ന വീട്ടിലെ കുലീന സ്ത്രീകളാണത്രേ. 1000 രൂപയാണ് ഒരു ദിവസത്തിന് കൂലി കിട്ടുന്നത് എന്ന്. നടത്തിപ്പുകാരിയാകുന്ന ബിന്ദു, ഞാൻ പുറത്തിറക്കിയൊരു പേരൊന്നുമല്ല, എല്ലാ പേപ്പറിലും എല്ലാ ചാനലിലും വന്നതാണ്. ഓരോരുത്തരിൽ നിന്ന് 5000 വീതം അല്ലെങ്കിൽ 3500 മേടിക്കുന്നു, ബാക്കി 4000 അവൾക്ക് ലാഭം. ഇവളെ സ്നേഹിച്ച് ഇവൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നൊരു പാവപ്പെട്ട ഭർത്താവുണ്ട് ഗൾഫിൽ. 18 മണിക്കൂർ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായ ഒരു പാവം. എന്നിട്ട് വേശ്യാകേന്ദ്രത്തിലേക്ക് വർക്കിന് പോകുക, ജോലിക്ക് പോകുക. അതാണ് പേര്. ഡെക്കറേഷൻ ചെയ്തിട്ട് സെക്സ് വർക്ക് എന്ന് പറയും. ഇതറിയുന്ന മകൾ എങ്ങനെയാണ് പിന്നെ നന്നായി വരിക? പലജാതി പ്രലോഭനങ്ങൾ നമ്മളെ തോപ്പിക്കുന്നുണ്ട്. സിനിമ മുതൽ നമ്മൾ കഴിക്കുന്ന ഏറ്റവും ഈ ക്വാളിറ്റിയുള്ള ഫുഡ് വരെയും, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ വരെയും, നമ്മൾ കാണാൻ ശ്രമിക്കുന്ന റീലും ഷോർട്സും വരെയും, ഇതിനെയൊക്കെ അതിജയിച്ച് പടച്ച റബ്ബിന്റെ ദീനിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് വിജയിച്ചവർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊരു യാത്രയിലാണ്, ദീർഘമായൊരു യാത്ര. ഞാനും നിങ്ങളും ഈ യാത്ര തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഞാൻ ഈ വേദിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഞാനും നിങ്ങളും കൃത്യം 1 മണിക്കൂറും 45 മിനിറ്റും ഖബറിലേക്ക് അടുത്തുപോയി. നിഷേധിക്കേണ്ട, ആർക്കും അതിന് സാധ്യമല്ല. മരിക്കാതിരിക്കാൻ മോഹം ഉണ്ടാവും. കരേറുന്നു മോഹം ഒന്ന് പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനിങ്ങനെ വയസ്സ് വരുന്നു, അതോടൊപ്പം മോഹം ഇങ്ങനെ കയറി വരുന്നു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യക്ബറു ബിനു ആദം, മനുഷ്യന് പ്രായം കൂടും. വയക്ബറു മഅഹു ഇസ്നാൻ, അവനോടൊപ്പം 2 കാര്യങ്ങളും വലുതായി വലുതായി വർദ്ധിച്ചു 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 വരും. ഒന്ന് മരണത്തോടുള്ള വെറുപ്പ്, 2 ജീവിതത്തോടുള്ള അമിതമായ പ്രതിപത്തി. ഇനിയും ഞാനൊക്കെ കുറേ കാലമുണ്ട് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിർത്താൻ പോകുന്ന ഈ പ്രസംഗം പൂർത്തിയാക്കാൻ എനിക്ക് പറ്റുമെന്ന് ഉറപ്പില്ല. ഞാൻ നിർത്താൻ പോവുകയാണ്. അത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഉണ്ടാവരുത്. ഇത് കേട്ട് വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരും വിചാരിക്കരുത്. എന്തൊക്കെയോ സ്വപ്നങ്ങളുമായാണ് 1,250 ആളുകൾ, 1,200 ചില്ലാനം ആളുകൾ ഇന്നലെ ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് കയറുന്നത്. അവർ മരിച്ചു എന്ന് മാത്രമല്ല, ആ നാട്ടുകാരിൽ നിന്നുള്ള 50ഓളം ആളുകൾ, MBBS കഴിഞ്ഞിട്ട് PGക്ക് പഠിക്കുന്ന 20 ഡോക്ടർ കുട്ടികൾ. എന്തൊക്കെ സ്വപ്നം ഉണ്ടാവും, എത്രമേൽ കാശ് ചെലവഴിച്ചിട്ടുണ്ടാവും മാതാപിതാക്കൾ. എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് അവരെന്തൊക്കെ പ്രതീക്ഷകൾ നെയ്തു കൂട്ടിയിട്ടുണ്ടാവും. എന്തൊക്കെ. ഏറ്റവും നല്ല സേഫായ വിമാനം, ഏറ്റവും നല്ല സേഫായ വിമാനം. എല്ലാ പരിശോധനയും കഴിഞ്ഞിട്ടാണ് ഇത് പൊങ്ങണത്. പക്ഷേ പൊങ്ങി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അതൊരു തീഗോളമായി മാറുന്നു. വിമാനത്തിലുള്ളവർ മാത്രമല്ല, ഗ്രാമീണരാകുന്ന 50 പേര് കൂടെ മരണപ്പെടുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷയും അതോടെ തീരുന്നു. ആരും വിചാരിച്ചു കാണൂല അതെൻ്റെ അവസാന യാത്രയാണെന്ന്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സൂക്തം ഏതാണ്? സൂറത്തുൽ ബഖറയുടെ 281 വചനം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണേ. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് ഏത് നിമിഷവും ആവാം, അത് ഏത് നിമിഷവും സംഭവിക്കാം. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും മണ്ണിട്ട് മൂടിയിട്ട് നമ്മൾ ഒരു യാത്ര പോകും. എരഞ്ഞോളി മൂസാക്ക് അത് മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഉപയാത്രകളിലാണ് നമ്മൾ.
ഈ ഒരു മഹാസത്യത്തിൽ നിന്ന് മാറാൻ എനിക്കോ നിങ്ങൾക്കോ ഏറ്റവും വലിയ സയന്റിസ്റ്റിനോ സാധ്യമല്ല. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63-ാം വയസ്സിൽ വഫാത്തായിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ സന്തത സഹചാരി സാഹിബുൽ ഹിജ്റ അബൂബക്കർ സിദ്ദീഖ് ഖലീഫത്തുൽ അവ്വൽ 63-ാം വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150-ൽ ജനിച്ച് 204-ൽ കേവലം 54 വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അശ്ശാഫിഈ സാനി ഇമാമുന നവവി റളിയല്ലാഹു അൻഹു 45-ാം വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു മാനദണ്ഡം കൊണ്ട് നമുക്കൊന്നും ഈ ലോകത്ത് ചിരഞ്ജീവിത്വം കിട്ടൂല, നിത്യമായി ജീവിക്കാൻ കഴിയില്ല. ഏത് നിമിഷത്തിലും എടുക്കപ്പെടാനുള്ളവർ നമ്മൾ. ഏത് നിമിഷത്തിൽ നമ്മുടെ ഈ ലോകത്തുള്ള യാത്ര പ്രയാണം അവസാനിച്ചാലും അത് പരിശുദ്ധമാം സ്വർഗത്തിലേക്ക് പോകും പറ്റും വിധം, എപ്പെടുക്കപ്പെട്ടാലും നേരെ സ്വർഗത്തിലേക്ക് എത്തുവാൻ പറ്റും വിധം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കലേ രക്ഷയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ മക്കളെ പാകപ്പെടുത്തലേ രക്ഷയുള്ളൂ. മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ പ്രയോഗിച്ച് അവരെ ജീവിപ്പിക്കലേ രക്ഷയുള്ളൂ. മദ്രസയിൽ നിന്ന് പഠിച്ച അവറത്ത് മറയ്ക്കുന്ന വസ്ത്രങ്ങൾ അവർക്ക് മേടിച്ചു കൊടുത്തേ പറ്റൂ. 15-14 വയസ്സായ പെൺകുട്ടികളെ സ്ലീവ്ലെസ് ടീഷർട്ട് ഇട്ടിട്ട് മുട്ടിൻ്റെ തിരി മുകളിലെത്തുന്ന സ്കേർട്ട് ഇട്ടിട്ട് പ്രദർശിപ്പിച്ച് നടക്കുന്നത് വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ച പാവപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളെ കൂടെ നശിപ്പിക്കാനാണ് അതൊക്കെ കാരണമാവുക. ഒരു യാത്രയിലാണ് നമ്മൾ. ആ യാത്ര വിജയകരമാവും, സന്തോഷത്തിൻ്റെതാകണം. പരിശുദ്ധ ഖുർആൻ ആഖിറത്തെ കുറിച്ച് പറയുന്നത് യൗമുൽ ഖുലൂദ് എന്നാണ്. എന്നുവെച്ചാൽ നിത്യതയുടെ ഘട്ടം, അവസാനിക്കാത്ത ജീവിതം. ഇവിടെയുള്ള കേവലം വർഷങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി ദീനിനെ മാറ്റി നിർത്തുമ്പോൾ, മദ്രസിനെയും വിദ്യാഭ്യാസത്തെയും മാറ്റി നിർത്തുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നത് അവസാനിക്കാത്ത ഒരു ലോകത്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ.